വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ. എല്ലാവരും കൈയടിച്ചു പാടും. വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ. നീലമേഘ സുന്ദര നാരായണ ഗോവിന്ദ. നീലമേഘ സുന്ദര നാരായണ ഗോവിന്ദ. നീലമേഘ സുന്ദര നാരായണ ഗോവിന്ദ. നീലമേഘ സുന്ദര നാരായണ ഗോവിന്ദ. നാരായണ ഗോവിന്ദ ഹരി നാരായണ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ. ഭക്തഹൃദയ മന്ദാര ഭാനുകോടി സുന്ദര. ഭക്തഹൃദയ മന്ദാര ഭാനുകോടി സുന്ദര. ഭക്തഹൃദയ മന്ദാര ഭാനുകോടി സുന്ദര. ഭക്തഹൃദയ മന്ദാര ഭാനുകോടി സുന്ദര. നന്ദ നന്ദ ഗോപവൃന്ദ നാരായണ ഗോവിന്ദ. 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 വനമാലി രാധ വനമാലി രാധ വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ. വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ. നാരായണ ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. അപ്പം എല്ലാവരും ഉച്ചത്തിൽ നാമം ജപിക്കുക. ഗോവിന്ദനാമ സങ്കീർത്തനം. ഭാഗവതം പ്രഥമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ നമ്മൾ രാവിലെ ഭക്ഷണത്തിന് മുമ്പ് കണ്ടു. ജന്മാദ്യസ്യ യതഃ എന്നാരംഭിക്കുന്നു ഭാഗവതം. ബ്രഹ്മസൂത്രത്തിലെ 2ാമത്തെ സൂത്രമാണ് ജന്മാദ്യസ്യ യതഃ എന്നത്. ബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ബ്രഹ്മസൂത്രം കുറച്ച് കഠിനമായി പോയോ എന്ന് വ്യാസർക്ക് തന്നെ സംശയം തോന്നി. സാധാരണക്കാരായ നമുക്കും ഈ തത്വം മനസ്സിലാക്കി സ്വസ്ഥമായിട്ട് കഴിയണം എന്നാഗ്രഹിച്ച് അദ്ദേഹം ഭക്തിയിൽ ചാലിച്ചും കൊണ്ടൊരു ഗ്രന്ഥം രചിച്ചു. അതാണ് ശ്രീമദ് ഭാഗവതം. നാരദരാണ് പ്രേരിപ്പിക്കുന്നത്. ഭക്തിസൂത്രം എഴുതിയ ആളാണ് ആര്? നാരദർ. അങ്ങനെ വ്യാസരുടെ ബ്രഹ്മസൂത്രവും നാരദരുടെ ഭക്തിസൂത്രവും ചേർന്ന് അങ്ങനെ ഒരു പുതിയ ഗ്രന്ഥം, അതാണ് ഭാഗവതം. സത്യമാണ് നമ്മളൊക്കെ ലക്ഷ്യം വെക്കേണ്ടത്. സത്യസാക്ഷാത്കാരമാണ് നമ്മുടെ ലക്ഷ്യം. സത്യത്തിൻ്റെ സ്വരൂപം ആനന്ദം. എപ്പോഴും ആനന്ദമായിട്ടിരിക്കാനാണ് നമ്മളൊക്കെ അറിഞ്ഞോ അറിയാണ്ടോ ആഗ്രഹിക്കുന്നത്.
എല്ലാ പ്രവൃത്തിയും ചെയ്യണത് സുഖമായിട്ടിരിക്കാനാണ്. പക്ഷെ വഴി മാറിപ്പോകണമെന്നുള്ളത് സത്യമാണ്. നമുക്ക് ശരി എവിടെ സുഖം എവിടെയെന്ന് അറിയാത്തത് നമ്മുടെ ഒരു കുഴപ്പമാണ്. അധികം ശാസ്ത്രജ്ഞന്മാരൊക്കെ അന്വേഷിക്കുന്നത് അങ്ങനെയാണ്. സ്വാമി രാമതീർത്ഥൻ, അദ്ദേഹം വലിയ യോഗ്യനാണ്, കേമനാണ്, ഫിസിക്സൊക്കെ നല്ലപോലെ പഠിച്ച ആളാണ്, ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയും, ഇവിടെ കുഴപ്പം പറ്റിപ്പോയത് എന്താ ചോദിച്ചാൽ സൂചി പോയ തയ്യൽക്കാരിയായിട്ടുള്ള അമ്മയെപ്പോലെയാണ് എല്ലാവരും. സൂചി അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുന്നത് എവിടെയാണ്? പൂമുഖത്ത്. എവിടെയാണ് സൂചി പോയത്? അത് വീടിൻ്റെ അകത്താണ്, ഇരുട്ടുമുറിയിലാണ് പോയത്. പക്ഷെ വല്യമ്മ അന്വേഷിക്കുന്നത് പൂമുഖത്താണ്. എന്താ വല്യമ്മയെ പൂമുഖത്തിരുന്ന് അന്വേഷിക്കണോ ചോദിച്ചാൽ ആ അമ്മ പറയും, പോയത് അകത്ത് ഇരുട്ടുമുറിയിലാണെങ്കിലും അന്വേഷിക്കാൻ സൗകര്യം വഴിയാണ്, വെളിച്ചുണ്ടല്ലോ. പിന്നെ അന്വേഷിക്കുന്നത് കണ്ട് ചെറുപ്പക്കാരെങ്കിലും വന്ന് കൂടെ സഹായിക്കാനുണ്ടെങ്കിൽ നന്നായല്ലോ. ഇതന്നെ നമ്മളെയും കഥ. സൂചി പോയ ദിക്കിൽ പോയി അന്വേഷിക്കണം, സൗകര്യം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് സൗകര്യം ഒരു പക്ഷേ ഭാഗവതം കേൾക്കുന്നതിനേക്കാൾ സൗകര്യം ടി വി കാണലായിരിക്കാം, പരദൂഷണം പറയുന്നതായിരിക്കാം, കല്യാണത്തിന് പോകുന്നതായിരിക്കാം, അല്ലേ? അതൊക്കെ തന്നെയായിരിക്കും നമുക്കൊക്കെ സുഖം ഉണ്ടാവുക. അല്ലെങ്കിൽ അവിടെയാണ് നമുക്കൊരു ഇഷ്ടം തോന്നുക. പക്ഷെ അവിടെ സുഖം ഇരിക്കുന്നില്ല. ഉള്ളത് ഈ ഗ്രന്ഥത്തിലാണ്. ഭാഗവതമായതുകൊണ്ട് അത് പറയണു, അല്ലെങ്കിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യം അറിഞ്ഞ് എവിടെ പോയാലും കുഴപ്പമില്ല. വേഷം കെട്ടണ്ട പറയണില്ല, അതൊക്കെ കെട്ടിക്കോളൂ. പക്ഷേ ഈ സത്യം അറിയാതെ ചന്ദ്രൻ്റെ പോയിട്ടും കാര്യമില്ല. ചന്ദ്രൻ നശിപ്പിക്കുന്നല്ലാതെ ചൊവ്വ പോയിട്ടും കാര്യമില്ല. ചൊവ്വ പോകണ്ട പറഞ്ഞിട്ടില്ല, അതൊക്കെ പോവാം. ഈ സത്യം അറിയാതെ എവിടെ ഇരുന്നിട്ടും കാര്യമില്ല, സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. ഈ സത്യം അറിഞ്ഞോ എവിടെ പോയാലും കുഴപ്പമില്ല. സത്യം ഇതാണെന്ന് അറിഞ്ഞ് കളവ് കാണിച്ചോളൂ, കുഴപ്പമില്ല. കളവ് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഈ ലോകത്തിരിക്കും തോറും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ ഒരു നടനെ പോലെ, നടൻ നല്ല സമ്പന്നനാണ്, പക്ഷേ അദ്ദേഹം അഭിനയിക്കുന്നത് ദരിദ്രൻ്റെ റോളാണ്. നന്നായി അഭിനയിക്കും, ഇല്ലേ? ആസ്വദിച്ച് അഭിനയിക്കും. പക്ഷേ അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം താൻ ദരിദ്രനൊന്നുമല്ല. ഇതുപോലെ കരഞ്ഞോളൂ, ചിരിച്ചോളൂ, ഒന്നും കുഴപ്പമില്ല. പക്ഷേ അറിഞ്ഞോളൂ, ഞാൻ ആനന്ദസ്വരൂപിയാണ് എന്നറിഞ്ഞ് ഭംഗിയിൽ വ്യവഹരിക്കുക. വ്യവഹാരത്തിൽ എന്തു വേണ്ട? വ്യവഹാരത്തിൽ അദ്വൈതം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട, അത് ഉള്ളിലുണ്ടായാൽ മതി. വ്യവഹാരത്തിൽ നടക്കില്ല. പറ്റുമോ? ഊണ് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? എന്നൊരു പ്രഭാഷണം നിർത്തേണ്ടി വരും. ഈ ഏർപ്പാടിനെ സപ്താഹം തന്നെ പറ്റില്ല. ചിലരങ്ങനെയൊക്കെ ചോദിക്കും, തിരുമേനിക്കുന്ന ഉച്ചയ്ക്ക് ഊണൊന്നും വേണ്ടല്ലോ. അതൊന്നും പറ്റില്ല. ചായക്ക് കാപ്പിയൊന്നും തിരുമേനിക്ക് വേണ്ടല്ലോ. ഒക്കെ വേണം, ഒക്കെ വേണം. ഒന്നിനൊരു കുറവില്ല. ഒക്കെ ഭംഗിയിൽ നിങ്ങൾക്കൊക്കെ വേണോ, നമുക്കും വേണം. അത്രയേ ഉള്ളൂ. സമാധാനമായിട്ടിരിക്കുക, അതാണ് മുഖ്യം. വ്യവഹാരത്തിൽ നോക്കണ്ട. അത് പല നാടകവും പല ദിക്കിലെത്തുമ്പം വേണ്ടി വരും. അത് മുന്നിലുള്ള ആളെങ്ങനെ നോക്കിയിട്ടാണ്. എന്താണ്? അത്രയേ ഉള്ളൂ. അത് ആ ആൾക്കനുസരിച്ച് തന്നെയായിരിക്കും തിരിച്ചുള്ള പ്രതികരണവും. അങ്ങനെയാണ് വേണ്ടതും. അതിനൊരു കുഴപ്പമില്ല. ഈ ഭാഗവതം അത് വേദമാണ്. നിഗമകൽപതരോഹോ ഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഹ. ഭുവി ഭാവുകാഹ, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഭാവുകന്മാരെ, രസികന്മാരെ, സുഹൃതികളെ നമ്മളെ വിളിക്കണം. ഈ ഭാഗവതം 7 ദിവസം ഇരുന്ന് കേൾക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങളൊക്കെ സുഹൃതികളാണ്, സുഹൃതം ചെയ്തവരാണ്, പുണ്യം ധാരാളം ആർജിച്ചവരാണ്. അതെങ്ങനെയപ്പോൾ മനസ്സിലാവുക? എഴുതിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം. അത്യാവശ്യമൊക്കെ ഉണ്ട്, പുണ്യം എന്ന് മനസ്സിലായിക്കോളും. ഈ ജന്മത്തിൽ അങ്ങനെ വലിയ സൽക്കർമ്മം ചെയ്തിട്ടില്ല, എന്നാൽ ഈ ജന്മത്തിലാവില്ല. ഓരോ ജന്മത്തിൽ കുറേ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇരുന്ന് കേൾക്കാൻ പറ്റില്ല. അതാണ് ഭൂമിയിലുള്ള ഭാഗ്യവാന്മാരെ എന്ന് വിളിച്ചത്. രസികാഹ, അല്ലെങ്കിൽ രസികന്മാരെ ഈ ഭാഗവതം ആസ്വദിക്കൂ എന്ന് പറയുകയാണ്. എന്താണ് ഈ ഭാഗവതം? അതും പറഞ്ഞു. നിഗമ കൽപ്പതരോഹോ ഗളിതം ഫലം. നിഗമമാകുന്ന കൽപ്പതരുവിൽ നിന്ന് നിർഗളിച്ച പഴം. നിഗമം എന്ന് പറഞ്ഞാൽ വേദം. നിഗമം എന്ന് പറഞ്ഞാൽ വേദം. നിസ്സംശയം നമ്മളെ ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് നിഗമം എന്ന് പറഞ്ഞ അർത്ഥം. ഒരു സംശയവും ഇല്ലാതെ നമ്മളെ പേടിക്കണ്ട. നിഗമത്തിൽ പ്രവേശിച്ചാൽ അത് വേദം എവിടെ എത്തിക്കും? അത് ലക്ഷ്യത്തിലെത്തിക്കും. പിന്നെ സംശയിക്കേണ്ട, വണ്ടി മാറിക്കയറിയോ, അത് അങ്ങോട്ട് തിരിച്ചാണോ പോകണമെന്നും പേടിക്കേണ്ട, എത്തിക്കും. അത് അവിടെ എത്തിച്ചോളും. അതാണ് നിഗമം എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ വേദത്തിൻ്റെ പര്യായമാണ് നിഗമം. നിഗമം ഒരു കൽപ്പതരുമായിട്ടാണ് കണക്കാക്കുക. നിഗമം അങ്ങനെയാണ്. വേദത്തെ നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് എന്തും ലഭിക്കും. ഭൗതികമായിട്ടുള്ള നേട്ടം വേണോ, പണം വേണോ, കിട്ടും. ശഞ്ചമേ മയശ്ചമേ പ്രിയഞ്ചമേനുകാമശ്ചമേ കാമശ്ചമേ സൗമനസശ്ചമേ ഭദ്രഞ്ചമേ ശ്രേയശ്ചമേ വസ്യശ്ചമേ യശശ്ചമേ ഒക്കെ ഉണ്ട്. യാഗം സ്വർഗകാമോ യജേത. സ്വർഗം കിട്ടണോ? കിട്ടും. സന്തതി ഇല്ലേ? ഉണ്ടാവണോ? മന്ത്രമൊക്കെ ഉണ്ട്. യാഗം ഒക്കെ ചെയ്യാം, ഉണ്ടാവാം. ഉണ്ടായ മറ്റേ പോലെ ഉണ്ടാവുക. ഇതൊന്നും കാര്യം ഉണ്ടായി അല്ല, ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നേരെയാവും ചെയ്യും. ആ സന്തതി നന്നാവാനുള്ള മന്ത്രമുണ്ട്. കല്യാണം കഴിയണം,
ഉണ്ട്, മന്ത്രമുണ്ട്, അതൊക്കെ ഉണ്ട്, ഒന്നും തെറ്റല്ല, ഒക്കെ ഉണ്ട്. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, മോക്ഷമൊക്കെ പിന്നെ മതി എന്നുള്ള അഭിപ്രായം തന്നെ നമുക്കൊക്കെ. അതൊക്കെ കുറച്ച് കഴിയട്ടെ, 95 ആലോചിക്കാം. ഇപ്പോൾ തൽക്കാലം ഒക്കെ വേണം, ഇപ്പം നടക്കണമെന്നൊക്കെ നല്ലോണം നടക്കണം, അത് കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കാം, അതല്ലേ. വേദം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ചോദിക്കണതൊക്കെ കിട്ടും, അതിനുള്ള വകുപ്പൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതിൻ്റെ കുഴപ്പം എന്താ ചോദിച്ചാൽ, ചോദിക്കണതൊക്കെ കിട്ടും എന്നുള്ളതൊരു ദോഷമാണ്. ഭഗവാനിലേക്ക് എത്തുന്നത് വൈകും. എന്താണ്, ചോദിക്കണതൊക്കെ കിട്ടിത്തുടങ്ങിയാൽ നമ്മൾ ഒരിക്കലും ഭഗവാനിലേക്ക് എത്തി. കിട്ടാതിരിക്കണോണ്ടാണ് ഭാഗവതമൊക്കെ നമ്മൾ എടുത്തത് തന്നെ, അല്ലേ. ആഗ്രഹങ്ങളൊക്കെ അതുപോലെ ഇങ്ങോട്ട് നടന്നു വെച്ചാൽ ആര് ഭാഗവതത്തിലേക്ക് വരും? ആചാര്യന്മാരൊക്കെ പണിയില്ലാണ്ട് കഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ കാരുണ്യം അങ്ങനെ എല്ലാവർക്കും സമാധാനമായിട്ടിരിക്കണ്ട, ആചാര്യന്മാരും ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. എന്നാളൊരു അമ്മ പറഞ്ഞു, തിരുമേനി ഈ പറയണതൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും, കഴിഞ്ഞാൽ മറന്നു പോവുക. നമ്മൾ പറഞ്ഞ സൗകര്യമായി, അതുകൊണ്ടല്ലേ നമ്മളൊക്കെ വീണ്ടും വീണ്ടും. അല്ല, നിങ്ങളിത് കേട്ടതൊക്കെ ഓർമ്മ വയ്ക്കിച്ചാൽ പിന്നെ നമുക്ക് വല്ല പണിയുണ്ടോ? മറന്നു പോകണം, അപ്പം അങ്ങോട്ട് മറക്കണം, എന്നാൽ പിന്നെ അടുത്ത പ്രഭാഷണം. ഒരേ കാര്യം തന്നെ ഈ പറയണതേ, അത്രയേ ഉള്ളൂ, മറക്കുക വേണ്ടത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ പിന്നെ എന്താണത്, കഴിഞ്ഞ കൊല്ലം വായിച്ചു നോക്കപ്പോൾ നല്ല ഓർമ്മ. അപ്പോൾ പിന്നെ അവരിങ്ങനെ നെറ്റിച്ച് വിളിക്കും, ഓരോന്ന് കേൾക്കും, ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തന്നെ, വേറെ ഒന്നും ഇയാൾക്ക് പറയാനില്ല എന്ന് വിചാരിക്കില്ലേ. ഇതിപ്പോൾ എപ്പം കേൾക്കുമ്പോൾ പുതുതായിട്ട് കേൾക്കുന്നത് പോലെ മറന്നോണ്ടാ, നന്നായി. അപ്പോൾ വേദത്തിൻ്റെ ഒരു വിഷയം എന്താ ചോദിച്ചാൽ, ചോദിക്കണതൊക്കെ കിട്ടും എന്നുള്ളതൊരു ദോഷമാണ്. എന്താ ദോഷം എന്ന് പറയാൻ കാരണം, നമുക്ക് പക്വതല്ലോ, വേണ്ടാത്തതും ചോദിക്കും. എന്താണ്, വേണ്ടാത്തതും ചോദിക്കും. ഇങ്ങനെ ഒരു കുഴപ്പം നമുക്കുണ്ട്. രാമകൃഷ്ണദേവൻ പറയും, ഏതുപോലെ ചോദിച്ചാൽ, പാരിജാതത്തിൻ്റെ ചുവട്ടിലൊരാൾ പോയി കടന്നു, പാരിജാതത്തിൻ്റെ പ്രത്യേകത ചോദിക്കണതൊക്കെ കിട്ടുവേ, കൽപ്പദ്രുമാണല്ലോ. അദ്ദേഹം അങ്ങനെ ഇരുന്നു, വിശന്ന സമയത്ത് ഭക്ഷണം വേണം എന്നങ്ങോട്ട് വിചാരിച്ചപ്പോഴേക്കും ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് 2 പേര്, ഗംഭീര സദ്യ. ഇതൊറ്റയ്ക്ക് വിളമ്പണ്ടേ, വിളമ്പാൻ ആളുണ്ടെങ്കിൽ നന്നായെന്ന് പറഞ്ഞപ്പോഴേക്ക് 2 പേര് വിളമ്പാനും വന്നു, വിളമ്പി കൊടുത്തു, ഊണ് കഴിച്ചു. ഊണൊക്കെ കഴിഞ്ഞു വല്ല സന്തോഷം തോന്നി. കിടക്കാൻ കട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ അപ്പോഴേക്ക് 4 പേര് കട്ടിലുമായിട്ട് വരുന്നുണ്ട്. ഈ കാട്ടിൽ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ വീശിത്തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ 2 പേര് വിശറിയിട്ട് വന്നു. ഒന്ന് കിടന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി, ഇനി ഇതിപ്പം കൽപ്പദ്രുമമാണോ? ചോദിക്കണതൊക്കെ കിട്ടുന്നുണ്ടല്ലോ, വിചാരിക്കണതൊക്കെ വരുന്നുണ്ടേ, ചോദിക്കുന്നേ വേണ്ട, വിചാരിക്കുമ്പോഴേക്കും വരും. ഏതായാലും ഒന്ന് മയങ്ങി എണീറ്റ സമയത്ത് തോന്നി, ഇത് കാടല്ലേ, വല്ല പുലിയും സിംഹവും വന്ന് എന്നെ തിന്നുമോ? പുലിയും സിംഹവും വന്നു തിന്നു, പിന്നെ അയാളില്ല. ഈ ഒരു ദോഷം എവിടെ ഉണ്ട്? ആ ഒരു ദോഷം നമുക്കുണ്ട്, അതാണ് പ്രശ്നം. നമ്മളിപ്പോഴും സംഹിതയിലും ബ്രാഹ്മണത്തിലും പെട്ട് കിടക്കുകയാണ്, ഉപനിഷത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ഭൗതികമായിട്ടുള്ള നേട്ടം മതി, ആരോഗ്യമായിട്ടിരിക്കണം, കാശുണ്ടാക്കണം, കല്യാണം കഴിയണം, കുട്ടികളുണ്ടാവണം, പേരക്കുട്ടി ഉണ്ടാവണം, പേരക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടിക്ക് കുട്ടി ഉണ്ടായി, ആ കുട്ടിയുടെ ഒക്കെ കുറച്ചധികമല്ലേ, അതുപോലെ അത്ര പോരെ. ഇനിയിപ്പം മോക്ഷത്തിലേക്ക് തിരിയണ്ടേ, അതാണ് ചോദ്യം. ഈ ഒരു ദോഷം വേദത്തിന് അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങുകൾക്കൊക്കെ ഉണ്ടെന്ന് അർത്ഥം. ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എന്തിനു ചോദിച്ചാൽ അതൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ നിർത്തിക്കൂടെ എന്നാണ്. സാധിച്ചില്ലേ, ഇനി ഭഗവാനിലേക്ക് തിരിഞ്ഞൂടെ, ഒന്നും കൂടി ഒരാഗ്രഹം കൂടി, അത് ഭഗവാൻ തരും. ഇനിയൊന്നും കേട്ട് ഒന്നും കൂടി. ഇതാണ് കുഴപ്പം. നിഗമകൽപ്പതരോഹോ ഗളിതം ഫലം. കുറച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ നിർത്തി ഭഗവാനിലേക്ക് തിരിയണം, അതാണ് വേണ്ടത്. അതല്ലെങ്കിൽ ദുഃഖമാണ് ഉണ്ടാവുക. ഇവിടെ ശൗനകാദികൾ തിരിഞ്ഞു, അവർ യാഗം നിർത്തി. ആരെ ശ്രദ്ധിച്ചു? സൂത പൗരാണികനെ നോക്കി എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളൊക്കെ തൽക്കാലം ഒന്ന് നിർത്തി. തൽക്കാലത്തിങ്ങനെ ഒന്ന് നിർത്തും, നമുക്ക് നിർത്താൻ വയ്യ. ഇപ്പം 4-1 ശമ്പളത്തിന് ജോലി എടുക്കുക റിട്ടയർ ആയതിനു ശേഷം. ചെല്ല് പറയണ്ടോ, ഇങ്ങോട്ടൊന്നും തരണ്ട, 10,000 റുപ്യ അങ്ങോട്ട് തരാം, ഞാൻ ജോലിക്ക് വരട്ടെ. വയ്യ, പേടിയാണ്. നാളിപ്പോൾ ഒരു അമ്മേനെ പറഞ്ഞു, മൂപ്പരെ ഇവിടെ ഇരുത്തിയ ബുദ്ധിമുട്ടാവും, ഇപ്പോൾ പറഞ്ഞയച്ചതാ. എവിടെയെങ്കിലും വെറുതെ ഇരുന്നാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യട്ടെ. പറ്റണില്ല, പണിയെടുത്തപ്പോൾ പണിയില്ലാണ്ട വയ്യാന്നായി. അതാണെന്ന് ലോകത്തിൻ്റെ വലിയ പ്രശ്നം. അത് സാത്വികമായ മനസ്സില്ലാത്തത് കൊണ്ടാണ്. പണിയെടുക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ടും ഈശ്വരാർപ്പണമായിട്ടും പണിയെടുക്കാത്തത് കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞാൽ നിർത്താൻ സാധിക്കാത്തത്. നേരെ മറിച്ച് ആ ചെയ്യുന്ന പ്രവൃത്തി ഈശ്വരാർപ്പണമായിട്ട് ചെയ്തിരുന്നെങ്കിൽ നിർത്താനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും രണ്ടും വേണം. ഒരു വണ്ടി ഓടുന്നുണ്ടോ നോക്കണം വെച്ചാൽ, നല്ല വണ്ടിയാണോ നോക്കണം വെച്ചാൽ ബ്രേക്ക് നോക്കണ്ടേ, വേണ്ടേ? ഓടുണ്ടോ നോക്കിയാൽ മതിയോ? ബ്രേക്ക് കണ്ടീഷനല്ലേ നോക്കണം, ആവശ്യം വരുമ്പോൾ ചവിട്ടണ്ടേ. അതുകൊണ്ട് പണിയെടുക്കൽ മാത്രമല്ല, നാളെ നിർത്തേണ്ടി വന്നാൽ നിർത്താനും പറ്റണം. പ്രഭാഷണം ചെയ്യൽ മാത്രമല്ല, പ്രഭാഷണം ചെയ്യാണ്ടിരിക്കാനും അതും പറ്റണം. അയ്യോ, എനിക്ക് പ്രഭാഷണം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്നെ ഇപ്പോൾ ആരും സപ്താഹത്തിന് വിളിക്കുന്നില്ലല്ലോ, അങ്ങനെ വയ്യ. വിളിക്കണ്ട, സമാധാനമായിട്ടിരിക്കുക. വിളിച്ചു പറ്റിച്ചാൽ പറയുക. അങ്ങനെ ഒന്നിനൊരു വാശിയില്ലാതെ
ഒന്നും തന്നെ ബാധിക്കാതിരിക്കാൻ സാധിക്കലാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. ഇത് പലപ്പോഴും അങ്ങനെയല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ പറയണത്. നിഗമകൽപ്പതരോ ഗളിതം ഫലം, വേദമാകുന്ന വൃക്ഷത്തിൻ്റെ പരിപക്വമായ ഫലം, അതാണ് ഭാഗവതം. വൃക്ഷം നടുന്നത് തന്നെ പഴത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വേദം തന്നെ ഈ ഭാഗവതത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയേണ്ടി വരും. ഒന്നധികം പറയണം. നമുക്ക് പ്രമാണം വേദം തന്നെയാണ്, അതിൽ സംശയമില്ല. പഴം പ്രധാനമാണ്. പഴത്തിൽ തന്നെ നോക്കൂ, പഴം പക്വമാണോ എന്നറിയാനുള്ള ശേഷി ആർക്കുള്ളത്? മനുഷ്യർക്കുണ്ടോ? മനുഷ്യർക്ക് ആ ശേഷിയൊന്നുമില്ല. അത് പക്ഷികൾക്കാണുള്ളത്. ആ പക്ഷിയിൽ തന്നെ കേമായിട്ടുള്ള പക്ഷിയാണ് ശുകം. ശുകം എന്ന് പറഞ്ഞാൽ തത്ത. ഇത് തത്ത കൊത്തിയ പഴ എന്ന് പറഞ്ഞാൽ ശ്രീശുക ബ്രഹ്മർഷിയുടെ മുഖത്തുനിന്ന് ഒഴുകുന്ന ജ്യൂസാണ്. അതുകൊണ്ട് മടിക്കണ്ട, ഇത് പക്വമാണോ എന്ന് സംശയിക്കണ്ട. ഇത് പക്വമായ പഴമാണ്, ധൈര്യമായിട്ട് കയ്യിലെടുക്കാൻ ഭാഗവതം. ഇല്ലാത്തവരൊക്കെ വാങ്ങുക. നീയും മടിച്ചു നിൽക്കണ്ട, ഒന്നുകൂടി പരീക്ഷിക്കട്ടെ. പരീക്ഷിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ. എന്നും ലേശം ലേശം വായിക്കുക, സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും, സംശയമില്ല. ശുഖമുഖാത് അമൃതദ്രവ സംയുതം. ഈ മാങ്ങയാണെങ്കിൽ ചക്കയാണെങ്കിലൊക്കെ പഴം കിട്ടിക്കഴിഞ്ഞാലും ചിലർ കഴിക്കുകയൊന്നുമില്ല. അത് ആഗ്രഹമില്ലായിട്ടല്ല, മടിയുള്ളതുകൊണ്ടാണ്. ചക്ക കിട്ടിയതിന് മുറിക്കണ്ടേ, അതിൻ്റെ കുരു കളയണം, കയ്യിൽ പശയാവും, വിളഞ്ഞിയാവും. ആരെങ്കിലുമൊക്കെ അത് പറിച്ചു കൊടുത്ത് ചുളയാക്കി കൊടുത്താൽ കഴിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ മോഹനായിട്ടല്ല, മടി കൊണ്ടാണ്. ചിലരുടെ പുസ്തകം ഉണ്ടെങ്കിൽ തുറക്കൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ പ്രഭാഷണം ചെയ്തായിരുന്നു കേൾക്കാം, അത്രയല്ലോ. അവരായിട്ട് അധ്വാനിക്കൊന്നുമില്ല, തെറ്റില്ല, കേൾക്കണം എന്നുണ്ടല്ലോ. ചിലർക്ക് അതുമില്ല, അതാണ് അവിടെ വിഷമം. ഇനി മാങ്ങയാണെങ്കിലും തോല് കളയേണ്ടി വരില്ലേ? തോല് പിന്നെയും കഴിക്കുക, അതിൻ്റെ ഉള്ളിലുള്ളത് കളയേണ്ടി വരും എന്തായാലും, അത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പഴത്തിൽ കളയാൻ വല്ലതും ഉണ്ടോ? ഭാഗവതത്തിൽ തോലുണ്ട്, മടൽ കളയുക എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ പുറമുള്ളതൊക്കെ ഇങ്ങോട്ട് കളഞ്ഞാൽ പ്രഥമസ്കന്ധം പോയി, 12ാമത്തെ സ്കന്ധം പോവും. ഇനി ഉള്ളിലെ കുരു എന്ന് പറഞ്ഞിട്ട് ദശമസ്കന്ധം കളഞ്ഞാൽ അതും വയ്യ, കളയാനൊന്നും ഇല്ല കേട്ടോ. കാരണം ഇത് ജ്യൂസാക്കിയിട്ടുണ്ട്, അപ്പോൾ ചണ്ടില്ലല്ലോ, അരിച്ചങ്ങോട്ട് തന്നതാ. ഇനി 7 ദിവസത്തിൽ ചില ദിവസം മാത്രം കേട്ടാൽ മതി പറഞ്ഞ് കളയേണ്ടെന്നർത്ഥം. ചിലർ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അധികം പേര് ലോകത്തിൽ ഇവിടെ ഉള്ളവരെ പറയണില്ല കേട്ടോ. കാരണം ഇത്ര തന്നെ ആളുകൾ ഈ സമയത്ത് തന്നെ 1-ാം ദിവസമായിട്ടേ ഉള്ളൂ. സ്വതവേ ഒരു 3 ആകുമ്പോഴാണ് അങ്ങനെ വന്നു തുടങ്ങുക. നരസിംഹാവതാരം മുതലും മതി അങ്ങനെയൊക്കെ ചിലർ പറയും അങ്ങനെ. പക്ഷെ ഇവിടെ പിന്നെ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ തന്നെ അത്യാവശ്യമുണ്ട്. ഇനി കൂടുതൽ വന്നാലേ ബുദ്ധിമുട്ടാവുക. അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് ആൾ കൂടുമ്പോഴാണ് പേടി. ഓരോ ആചാര്യന്മാർ ഓരോ മട്ട നമുക്കങ്ങനെയാണ്. നമുക്ക് ഉള്ളത് ഇങ്ങനെ എന്നാൽ വലിയ ബഹളമൊന്നും ഇല്ലാണ്ട കഴിയും. എല്ലാവരും ശ്രദ്ധിക്കും. ആളും ബഹളവും ആയാൽ എല്ലാവരും മുന്നിരിക്കുന്നവർ ഒരു ബില്ലേക്കാവും നോക്കുക, പിന്നെ ശ്രദ്ധ പോവും. ചില ഭാഗം മാത്രമാണ് പ്രധാനം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, ഇതൊരു നല്ലൊരു സിസ്റ്റം, ഒരു 7 ദിവസത്തെ ഒരു ക്യാമ്പാണത്, ഒരു സ്പിരിച്വൽ ക്യാമ്പ്. പടിപടിയായിട്ട് നമ്മളങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക. 1-ാം ദിവസം കേട്ടവർക്കാണ് 2-ാം ദിവസം. അങ്ങനെ 2-ാം ദിവസം മാത്രം കേട്ട് കഴിഞ്ഞാൽ 1-ാം ദിവസം പറഞ്ഞൊന്നും മനസ്സിലാക്കാത്ത ഒരാൾ 2-ാം ദിവസം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല, തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പല ദിക്കിലും സപ്താഹം എത്രയോ നടത്തിയിട്ടും വേണ്ടതുപോലെ ആവണില്ലല്ലോ എന്ന് പലരും വിഷമിക്കാറുണ്ട്. ഒന്നാമത്തെ കാരണം മുഴുവനായിട്ടിരുന്ന് ആരും കേട്ടിട്ടുണ്ടാവില്ല. അവരോരോ ദിവസം വരും, സ്വയംവരത്തിന് മാത്രം വരുന്നവരുണ്ട്. ആരെയും ആക്ഷേപിക്കുക, കുറ്റം പറയുമല്ലോ കേട്ടോ. വന്നു നല്ല കാര്യം. പക്ഷെ എന്തേ അവിടെ നടന്നു എന്ന് അവർക്കൊന്നും ഇഷ്ടമില്ല. എന്തോ വന്നു പറഞ്ഞാൽ രാധയുടെ കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞ് പോണവരുണ്ട്. ആരുടെ കല്യാണം കഴിഞ്ഞത്, എന്തേ കഴിഞ്ഞു ഒന്നും അവർക്കെന്നെ ഇഷ്ടമില്ല. എന്ന് പറഞ്ഞു എന്തോ കാണിച്ചു കഴിഞ്ഞു, എന്തോ ഘോഷയാത്ര ഉണ്ടായി, തകില് നാദസ്വരമൊക്കെ ഉണ്ടായിരുന്നു, തിരുവാതിര കളിച്ചു, വേറെ ഒന്നും ഓർമ്മയില്ല. കളിക്കാണ്ടാന്ന് പറയണില്ലേ, കളിച്ചോളൂ കേട്ടോ, ഒന്നും കുഴപ്പമില്ല. നമ്മളോട് കളിക്കാൻ പറയരുത്, അത്രയേ ഉള്ളൂ. നമ്മോട് ഇരിക്കും, കഴിഞ്ഞാൽ പോകും. അതെ, അതാണ് ബുദ്ധിമുട്ട്. എന്താണെന്ന് അറിയണില്ല. അപ്പം ഇത് കളയാനൊന്നുമില്ല, പൂർണ്ണമായിട്ടിരുന്ന് കേൾക്കുക. ഒരധ്യായവും കളയാനില്ല. അമൃതദ്രവ സംയുതം, ജ്യൂസാക്കിയാൽ കളയാൻ വല്ലതും ഉണ്ടോ? പിബത, നമുക്കെന്തോ സുഖം, കുടിക്കുക മാത്രമല്ലേ വേണ്ടൂ. ഇനി ഗ്ലാസ് എടുക്കാൻ മറന്നു എന്ന് പറയണ്ട, കാരണം മറക്കില്ല. നമ്മൾ വരുമ്പോൾ കൂടെ വരും ഗ്ലാസ് 2 മറ്റതൊക്കെ എടുക്കാൻ മറക്കും. കണ്ണട എടുക്കാൻ മറന്നുപോയി, അയ്യോ പുസ്തകം എടുക്കാൻ മറന്നുപോയി എന്നൊക്കെ പറയും. പക്ഷെ ഇത് മറക്കില്ല, അതുകൊണ്ടല്ലേ അങ്ങനെ വെച്ചത്. പിബത, കുടിക്കൂ. 2 ചെവി ഉണ്ടല്ലോ, കുടിക്കൂ. അപ്പോൾ ചോദ്യം, എത്ര പ്രാവശ്യം കുടിക്കണം? അത് പറയാൻ പറ്റില്ല. അത് ആളെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ, അവരുടെ ശ്രദ്ധ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ദ്വന്ദ്കാരി 1 പ്രാവശ്യം കുടിച്ചിട്ടുള്ളൂ, പരീക്ഷത്ത് 1 പ്രാവശ്യം കുടിച്ചിട്ടുള്ളൂ. നമ്മളിപ്പോൾ എത്ര പ്രാവശ്യം കുടിച്ചു? എത്ര പ്രാവശ്യമായി കുടിച്ചത്?
ഇതിൽ എണ്ണം വെച്ചിട്ടില്ല, ചിലതിൽ അങ്ങനെ വയ്ക്കും. 24ാമത്തെ സപ്താഹം, 41ാമത് സപ്താഹം. അപ്പോൾ നമ്മൾ ആ നോട്ടീസൊക്കെ കാണുമ്പോൾ വിചാരിക്കും നല്ലൊരു തഴക്കും തഴക്കും പഴക്കമൊക്കെ വന്ന സ്ഥലം, അവിടെ എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇത്രയും കൊല്ലമായിട്ട് ഒന്നും എന്താ എങ്ങനെയൊന്നും അറിയില്ല. കാരണം അങ്ങനെ നടക്കുന്നുണ്ടെന്നല്ലാതെ ഇവിടെ ആ അഭിമാനമില്ല, സന്തോഷം വെച്ചിട്ടില്ല. ഇടയ്ക്ക് വെച്ച് വിട്ടുപോയതുകൊണ്ടോ എത്രയാണെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും, അല്ലാതെ അപ്പം വെക്കണ്ട, മറന്നുപോയിണ്ടാവും. ഇത്ര ഇപ്പം 3 ഓർമ്മ ഉള്ളൂ. അതിൻ്റെ മുണ്ട് പണ്ടൊക്കെ അങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ടാ എണ്ണത്തിലൊന്നും കാര്യമില്ല കേട്ടോ. നമ്മളൊക്കെ ഇപ്പോൾ കുറേ സപ്താഹം നടത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ കുറച്ചൊക്കെ 150 കൊണ്ടൊക്കെ എണ്ണം പിടിച്ചു. അത് അതിലൊന്നും കാര്യമില്ല, മനസ്സിലായി. കാരണം ഒരു മാറ്റം വരുന്നില്ല. വെറുതെ കുറേ അത് ആ അഹങ്കാരം കൂടി ഉണ്ടാവുന്നല്ലാതെ അതിലൊന്നും കാര്യമില്ല. ഒന്നാണെങ്കിൽ ഒന്ന് വേണ്ടതുപോലെ കേട്ടാൽ മുക്തി കിട്ടും. പരീക്ഷ 100 പ്രാവശ്യം കേട്ടുള്ളൂ, അത് വേണ്ടതുപോലെ കേട്ടു, വളരെ ശ്രദ്ധിച്ച് കേട്ടു. ആലയം പിബത, അഹങ്കാരം നീങ്ങണത് വരെ കേൾക്കുക. നീ തോന്നുന്നുണ്ടെങ്കിൽ എണീറ്റ് പോവാം, അത്രയേ ഉള്ളൂ. പൂർണ്ണമായി പിന്നെ ചോദിക്കൊന്നും വേണ്ട, കഴിഞ്ഞു. ആലയം അല്ല, കുറച്ച് ബാക്കിയുണ്ട് തോന്നുന്നുണ്ട്, ഒന്നുകൂടി കേൾക്കൂ. സമാധാനമായെങ്കിൽ പോവാം, നാളെ ദുഃഖം വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോവാം. ഇപ്പം സമാധാനമാണ്, നാളത്തെ കാര്യം നിശ്ചയില്ല, എന്നാൽ കേൾക്കൂ. ആലയം പിബത, മനസ്സും ഭഗവാനും ഒന്നാവണത് വരെ ഈ മനസ്സങ്ങോട്ട് തേയണം. തേഞ്ഞ് അങ്ങോട്ട് ഇല്ലേണ്ടിയാവണം. അഹന്ത പൂർണ്ണമായിട്ട് നീങ്ങണം, അതുവരെയും കേൾക്കുക. അത് ചിലർക്ക് 1 പ്രാവശ്യം കേട്ടാൽ പൂർണ്ണമാവും, ചിലർക്ക് 2 പ്രാവശ്യം കേൾക്കേണ്ടി വരും, ചിലർക്ക് 3 4 പ്രാവശ്യം കേൾക്കേണ്ടി വരും, ചിലർക്ക് വീണ്ടും കേൾക്കേണ്ടി വരും. ചിലർ പരാതി പറയും, ഇത്രയൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടും ഒരു മാറ്റവും ഇല്ല തിരുമേനി. നല്ല മാറ്റമുണ്ട് ഇപ്പോൾ, അത് മനസ്സിലായില്ലേ? ഒരു മാറ്റവും ഇല്ല, മനസ്സിലായില്ലേ? ഇല്ലേ? അതും മനസ്സിലാവാത്തവരാ നമ്മളൊക്കെ. അപ്പോൾ അവർക്ക് അത് മനസ്സിലായി, ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് ഇതാണ്. ഇനി ഞാൻ കേൾക്കണില്ല അങ്ങനെ പറയരുതേ. കുറച്ച് കേട്ടോണ്ടാണ് കുറച്ചെങ്കിലും ഇപ്പം ഭേദമായിട്ടിരിക്കുന്നത്. ഇനി കേൾക്കാണ്ട് ഇതിനേക്കാൾ അധപ്പതിക്കും. അതുകൊണ്ട് കേൾക്കാണ്ടിരിക്കണ്ട, കേട്ടോണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ഇതിലും താഴും. ഇത്രയൊക്കെ കേട്ടിട്ട് എനിക്ക് ദുഃഖം ഉണ്ടാവണുണ്ടല്ലോ, അത് കേട്ടില്ല ഇതിൽ അധികം ഉണ്ടാവും. ഇപ്പം കുറഞ്ഞതാ കുറേശ്ശെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇനി ഞാൻ അത് വായിക്കില്ല എന്ന് പറഞ്ഞ് മടക്കി വെച്ചാൽ ഇരുട്ടിലേക്ക് പോയി അധപ്പതിക്കും, സംശയമില്ല. അതുകൊണ്ട് പിബത, കുടിക്കൂ. ആലയം പിബത, ദുഃഖം തീരുന്നവരെ കുടിക്കൂ. മോഹു പിബത, വീണ്ടും കുടിക്കൂ. രസികാഹ പിബത, രസികന്മാരെ കുടിക്കൂ. ഭുവിഭാവുകാഹ, ഭൂമിയിലുള്ള സുഹൃതികളെ നിങ്ങൾ ഈ ഭാഗവതം കുടിക്കൂ എന്ന് പറഞ്ഞ് പിന്നെ കഥ ആരംഭിക്കുകയാണ്. നൈമിശാരണ്യത്തിലാണ് കഥ നടക്കുന്നത്. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമം ആസത. 1000 കൊല്ലക്കാലം ആയിപ്പം യാഗം ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ കുറേയൊന്നും കൂട്ടിക്കോളൂ. കുറേ കാലമായി, നമ്മളിപ്പോൾ എന്തൊക്കെ എത്ര കാലമായില്ലേ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെയും തൃപ്തിയായില്ല. അതുതന്നെയാണ് ഇവരുടെയും കഥ. ശൗനകാദ ഋഷീശ്വരന്മാരൊരിക്കൽ സൂതനെ കണ്ടു. സൂതൻ്റെ അടുത്ത് പോയി തൊഴുതു നമസ്കരിച്ചു. ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ്. ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. അങ്ങെല്ലാം പഠിച്ച ആളാണ്, ധർമ്മശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ആളാണ്. അങ്ങക്കെല്ലാം അറിയാം, ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ നല്ലപോലെ നിശ്ചയുണ്ട് അങ്ങക്ക്. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ. അങ്ങ് ആ ബാദരായണൻ്റെ ശിഷ്യനാ. ബാദരായണൻ ആരാ? വ്യാസരുടെ ശിഷ്യനാണ് അങ്ങ്. പരാവര വിദോ വിദുഹു. ഇവിടെയുള്ള പരാവരം ഭൗതിക വിദ്യയും ആധ്യാത്മിക വിദ്യയും അങ്ങേക്കറിയാം. രണ്ടുമുണ്ട്. നമുക്ക് രണ്ടുമില്ല, ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. നമുക്ക് സ്കൂളിൽ പോയിട്ടുള്ള പഠിപ്പുണ്ടെങ്കിൽ അതന്നെ ഉള്ളൂ, മറ്റേ വിദ്യ ഉണ്ടാവില്ല. ഇതുണ്ടെങ്കിൽ അതുണ്ടാവില്ല. ഇത് രണ്ടുമുണ്ടേ. പരാവര വിദോ വിദുഹു. അങ്ങനെയെല്ലാം നിശ്ചയുണ്ട്. വേദത്വം അല്ലയോ സൗമ്യ സൂത പൗരാണിക, അങ്ങനെയെല്ലാം നിശ്ചയുണ്ട്. അത് അങ്ങയുടെ ഗുരുനാഥൻ്റെ കാരുണ്യം കൊണ്ടാണ്. ബ്രൂയുഹു സ്നിഗ്ധസ്യ ശിഷ്യസ്യ. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നല്ല ഗുരുനാഥന്മാർ തനിക്ക് പ്രിയപ്പെട്ട ശിഷ്യന് എല്ലാം കൊടുക്കും. ശിഷ്യൻ്റെ വിനയവും ശ്രദ്ധയൊക്കെ കാണുമ്പോൾ ചിലപ്പം കുറച്ചൊരു താല്പര്യം ആർക്കുണ്ടാവും? ഗുരുനാഥന്. എല്ലാവരും ഒരുപോലെ ആണെങ്കിലും തഥാപി എന്താണ്, എല്ലാവരും ഒരുപോലെ ആണെങ്കിലും, അതിപ്പോൾ എന്താ ചോദിച്ചാൽ അങ്ങനെയാണ്. എല്ലാവരും ഒരുപോലെ ആണെങ്കിലും ചിലരോട് എന്തുണ്ടാവും? കുറച്ചൊരു കൃപ ഉണ്ടാവും. അത് മമതയല്ല, അത് കാരുണ്യമാണ്. ദ്രോണർ തൻ്റെ മകനായ അശ്വത്ഥാമാവന് പറഞ്ഞു കൊടുക്കാത്ത വിദ്യ തനിക്ക് പ്രിയപ്പെട്ട ശിഷ്യന് പറഞ്ഞു കൊടുത്തില്ലേ? അർജുനന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? മകനോടുള്ളതിനേക്കാൾ സ്നേഹം എന്നല്ല, ഈ വിദ്യ ശിഷ്യന് പറഞ്ഞു കൊടുത്താൽ ശോഭിക്കും, അതുകൊണ്ട് അയാൾക്ക് കൊടുത്തു. ഇതുപോലെ ഗുരുനാഥന്മാർക്ക് പല ശിഷ്യന്മാരെയും കാണുമ്പം ആർക്ക് ഭാഗവതം കൊടുത്താൽ ശോഭിക്കും എന്നറിയും, അവർക്ക് മാത്രം കൊടുക്കും ചിലപ്പം. അത് ഗുരുനാഥന് ആ ശിഷ്യനോട് മമത ഉള്ളത് കൊണ്ടാണ് വിചാരിക്കേണ്ട. അയാൾക്ക് കൊടുത്താലേ
ലോകത്തിന് ഉപകാരമുള്ളൂ. മറ്റാൾക്ക് കൊടുത്താൽ ഇയാളത് നശിപ്പിക്കും. അതാണ് ഗുരവോ ഗുഹ്യമപ്യുത. അങ്ങേക്ക് ആ വ്യാസരെ പൂർണ്ണമായി തൻ്റെ കയ്യിലുള്ള ആ ഭാഗവതം തന്നിട്ടില്ലേ, അല്ലെങ്കിൽ ശാസ്ത്രം തന്നിട്ടില്ലേ? ഞങ്ങൾക്കൊരു ചോദ്യമേ ഉള്ളൂ. പ്രായേണ സ്വതവേ ഇവിടെ അല്പായുഷ സഭ്യ അല്ലയോ സഭ്യ, സഭയിൽ ശോഭിക്കുന്നവനെ, ഇവിടെ ഇപ്പം ആയുസ് വളരെ കുറവാണ്. ധാരാളം കാര്യങ്ങൾ കേൾക്കാനുണ്ട്, പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. എല്ലാം ഒന്നും പഠിക്കൽ എന്തായാലും നടക്കില്ല. പറ്റുമോ? എത്ര കലകളുണ്ട്, എല്ലാം പഠിക്കാൻ പറ്റുമോ? എത്ര പുസ്തകങ്ങളുണ്ട്, എല്ലാം വായിക്കൽ നടക്കുമോ? എന്തൊക്കെ കാഴ്ചകൾ കാണാനുണ്ട്. നമ്മളൊക്കെ ഓരോന്നോരോന്നെടുക്കും, തുറക്കും, അത് കഴിഞ്ഞ് അടച്ചു വയ്ക്കും. വേറൊന്നും പുതിയത് നന്നായി തോന്നും, അടുത്ത് വായിച്ചു നോക്കും, അതും പകുതിയാക്കും, നിർത്തും, അടുത്ത് നോക്കുക, ഇങ്ങനെ അപ്പോഴേക്ക് ആയുസ് പോവും. എന്താ ഇപ്പോൾ ചെയ്യണ്ടു? മന്ദാഹ സുമന്ദമതയ. ഒന്നാമത് ഭാഗ്യമില്ലാത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്, പലതരത്തിലുള്ള രോഗങ്ങളുള്ളവരാണ്. നേരെ ആവണമെന്ന് മോഹമുണ്ട്. എന്താ ഇപ്പം വഴി? ഞങ്ങൾക്ക് ചോദ്യം ഒന്നേ ഉള്ളൂ. എല്ലാം ഒന്നും പഠിക്കാൻ ഞങ്ങൾക്ക് ശേഷിയില്ല. അതുകൊണ്ട് അധസാധോ അല്ലയോ സാധോ, അത്രയത്ത് സാരം. ഇവിടെ എന്താണ് പഠിക്കേണ്ടത്? അങ്ങൊക്കെ പഠിച്ചാളാ, അതിൻ്റെ സാരം ഞങ്ങൾക്ക് പറഞ്ഞു ഒരു ഗുളികയായിട്ട് തന്നാൽ നന്നായി. അധികം സമയമില്ല എന്നർത്ഥം. അങ്ങനെ വിസ്തരിക്കാൻ പുറപ്പെടേണ്ട, ഞങ്ങൾക്ക് ഇതിനുള്ള നേരമില്ല, ബുദ്ധിയില്ല. അതുകൊണ്ട് അങ്ങ് മനസ്സിലാക്കിയില്ലേ? അങ്ങ് എല്ലാം അറിയുന്ന ആളായതുകൊണ്ട് അങ്ങേക്ക് ഞങ്ങളെ പറ്റി മനസ്സിലായിട്ടുണ്ടാവും. മഹാത്മാക്കൾക്ക് അധികം സമയമൊന്നും വേണ്ട. ഒരാളെ കാണുമ്പോഴേക്കും ആളെ മനസ്സിലാവും. എങ്ങനെ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവുകയുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും മഹാത്മാക്കൾക്കില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാപ്തി യോഗ്യതയൊക്കെ അങ്ങേക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ അങ്ങ് ശാസ്ത്രസാരം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? യത് സാരം സമുദ്ധൃത്യ മനീഷയാ. ഒരു കാര്യം ഞങ്ങൾക്ക് അറിയണം. എന്താ ഞങ്ങൾക്ക് അറിയേണ്ടത്? പുംസാം ഏകാന്തത ശ്രേയ. അതാണ് അടിവര. അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പുംസാം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക്, എന്ന് പറഞ്ഞാൽ അർത്ഥം മനുഷ്യർക്ക്. ഭാഗവതത്തിൽ ഈ പുരാണങ്ങളിലൊക്കെ ഉള്ള ശാസ്ത്രത്തിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാവണം. ചില അത് നല്ലോണം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അർത്ഥം പിടികിട്ടില്ല. പുരുഷന്മാർക്കെന്ന് പറഞ്ഞ അർത്ഥം മനുഷ്യർക്ക് എന്നാണ്, അല്ലാണ്ട് പുരുഷൻ സ്ത്രീ എന്നുള്ളതല്ല. അതുപോലെ രതിസ്യാത്, രതിഹി എന്ന് പറഞ്ഞ ഭക്തി എന്നർത്ഥം. എനിക്ക് പ്രത്യേകം മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതൊക്കെ തെറ്റിദ്ധരിക്കും. പുംസാം ഏകാന്തത ശ്രേയ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശ്രേയസ് എന്താ? അതാണ് ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളുടെയൊക്കെ ചോദ്യം അതാണ്. എന്താണ് ഏറ്റവും വലിയ ശ്രേയസ്? മാഹാത്മ്യത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. പുംസാം ഏകാന്തത ശ്രേയ. ഒരു മനുഷ്യൻ എന്താണ് ഇവിടെ അനുഷ്ഠിക്കേണ്ടത്? ലക്ഷ്യം കൃതാർത്ഥനാവുക വേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? എന്താ കേൾക്കേണ്ടത്? എന്താ പഠിക്കേണ്ടത്? എന്താണ് അനുഷ്ഠിക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരുമോ? പുംസാം ഏകാന്തത ശ്രേയ തന്ന ശംസിതും അർഹസി. ഞങ്ങളത് കേൾക്കാൻ യോഗ്യരാണെങ്കിൽ അത് പറഞ്ഞു തന്നാൽ നന്നായി. ആ ഭാഷയൊക്കെ നോക്കൂ. ഇങ്ങനെയാണ് ഭാഗവതം ചോദിച്ചു വാങ്ങേണ്ടത്. പറഞ്ഞു തരണം. അങ്ങനെയല്ല, പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഭീഷണിപ്പെടുത്തി വാങ്ങേണ്ടതൊന്നുമല്ല. അത് പറഞ്ഞു തന്നാൽ മനസ്സിലാക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ടോ എന്നുള്ളത് അങ്ങ് പരീക്ഷിച്ചോളൂ. എന്നിട്ട് മനസ്സിലാക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ നന്നായി, ഇല്ലെങ്കിൽ പറഞ്ഞു തരും വേണ്ടതാണ്. അത് എനിക്ക് കേൾക്കാനുള്ള അർഹത ഇല്ലെങ്കിൽ പറഞ്ഞു തരണ്ട. പരീക്ഷത്തിന് ചോദിക്കുന്നുണ്ടത്. അങ്ങ് കൃഷ്ണകഥ മിണ്ടാണ്ടിരിക്കുന്നത് എനിക്കത് കേൾക്കാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ ഞാൻ അങ്ങ് നിർബന്ധിക്കുന്നില്ല. അതല്ല എങ്കിൽ അങ്ങ് പറഞ്ഞു തരണേ, കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് വാങ്ങേണ്ടത്. ഗുരുനാഥനെ തൊഴുതു നമസ്കരിച്ച് വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ ഇവിടെ അവതരിച്ച് പല ലീലകളും ആടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വിസ്തരിച്ച് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ തന്നെ കൃഷ്ണകഥ, അത് കേട്ടാൽ ഹൃദയം ശുദ്ധാവില്ലേ? തത്വമൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും കൃഷ്ണകഥ കേട്ടാൽ മനസ്സൊന്നും അടങ്ങും. കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് ആ കൃഷ്ണകഥകൾ പറയണം. കേൾക്കും തോറും രുചി കൂടും. അതാണ് ഭാഗവതത്തിൻ്റെ മഹിമ. മറ്റുള്ള കഥകളൊക്കെ കേൾക്കും തോറും മടുപ്പ് വരിക ചെയ്യുക. ആദ്യം കേൾക്കുമ്പോൾ രസം തോന്നും, പിന്നെയും കേട്ടാലോ, പിന്നെയും ഒരു തമാശ കേട്ടു ചിരിച്ചു, രണ്ടാമതും കേട്ടാലോ പിന്നെ ചിരിക്കുമോ? 10 പ്രാവശ്യം കേട്ടു പിന്നെ ചിരിക്കുമോ? പിന്നെ ദേഷ്യം വരും. ഇത് പറഞ്ഞു തന്നെ ഒരേ തമാശ, ദേഷ്യം വരില്ലേ? എത്ര ചേട്ടാ ചിരിക്കുക? ഒരു കഥ കേട്ടു, അത് വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് വലിയ രുചിയും തോന്നില്ല. ആദ്യം കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും. പക്ഷേ കൃഷ്ണകഥ അങ്ങനെയല്ല. ഭാഗവതം എത്ര പ്രാവശ്യം കേട്ടു മതിയാവുന്നുണ്ടോ? ഞായറാഴ്ച കഴിഞ്ഞു, അന്ന് ഞായറാഴ്ച വേറെ തുടങ്ങി, അത് കഴിഞ്ഞ് അടുത്ത് തുടങ്ങി. പറയുന്ന ആൾക്ക് മതിയാവുന്നില്ല, കേൾക്കുന്നവർക്ക് മതിയാവുന്നില്ല. കാരണം അത് അവനവനെ പറ്റിയാണ് പറയണത്. തന്നെ പറ്റി പറയുമ്പോൾ ഒരിക്കലും മതിയാവും. നമ്മളെ പറ്റി അങ്ങനെ പൊക്കി പറഞ്ഞ് മതിയാവാറുണ്ടോ? കേൾക്കുന്നവർക്ക് മതി, എണീറ്റ് പോകുന്നാലും ഇരിക്കൂ പറയട്ടെ ഞാൻ എന്ന് പറയില്ലേ? നമുക്ക് വേണ്ടപ്പെട്ടവരെ പറ്റിയിട്ടാണെങ്കിൽ നമുക്ക് മതിയാവുമോ? മക്കളെ പറ്റി നല്ലത് കേട്ടാൽ മതിയാവുമോ അമ്മയ്ക്ക്? എന്താ കാരണം? സ്നേഹമുള്ളതുകൊണ്ടാണ്. ഭഗവാനോട് സ്നേഹമുള്ളവർക്ക് ഭഗവാന്റെ കഥകൾ കേട്ടാൽ എണീറ്റ് പോകാൻ തോന്നില്ല, മതിയാവില്ല എന്നർത്ഥം. സ്വാദു പതേ പതേ. കേൾക്കും തോറും സ്വാദു വർദ്ധിക്കും. പ്രതിനിമിഷം നവീനായ. ഓരോ നിമിഷവും പുതിയത് ആണ് ഭഗവാന്റെ പ്രത്യേകത.
നമുക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്, ഭഗവാൻ മാറ്റമൊന്നുമില്ല. നമ്മൾ ഈ കേൾക്കണത് തന്നെയാണ് കേൾക്കണതെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം കേട്ടതിനേക്കാൾ ലേശൊരു പുരോഗമനം ആർക്കുണ്ടായി? നമുക്കുണ്ടായി. അപ്പം രണ്ടാമത് കേൾക്കുമ്പോഴോ അന്ന് പറഞ്ഞ അർത്ഥമല്ല ഇപ്പം കേൾക്കുമ്പോൾ. അത് ആ പറയുന്ന ആളൊന്നും തന്നെയാവും ഒരേ കാര്യം പറയണം. എന്നാലും കേൾക്കുന്ന ആൾക്ക് മാറ്റം വരുമ്പം അത് വേറെ രീതിയിൽ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകൾ വിസ്തരിച്ച് പറയണം എന്ന് പറഞ്ഞ് 1-ാമത്തെ അധ്യായം അവിടെ നിർത്തുകയാണ്. ഇത്രയും കേട്ട സമയത്ത് സുബുധ പൗരാണികന് വലിയ സന്തോഷമുണ്ടായി. ഇത് സംപ്രശ്ന സംഹൃഷ്ട, ഇങ്ങനെ നല്ലൊരു ചോദ്യം കേട്ടപ്പം സംഹൃഷ്ട, സന്തോഷമുണ്ടായി. ആർക്ക്? രൗമഹർഷണി ആണ്. രോമഹർഷണൻ്റെ മകനാണ് ആര്? ഈ സൂതൻ. അതുകൊണ്ടാണ് രൗമഹർഷണി എന്ന് പേര്. അച്ഛൻ്റെ പേര് രോമഹർഷണൻ, ഇദ്ദേഹത്തിൻ്റെ പേര് ഉഗ്രശ്രവസു എന്നാണ്. പക്ഷേ ഇവിടെ എന്ത് പറഞ്ഞു? രൗമഹർഷണി എന്ന് പറയാൻ കാരണം അച്ഛൻ്റെ അതേ ഗുണം ഇയാൾക്കുണ്ടെന്ന് കാണിക്കാനാണ്. അച്ഛന് രോമഹർഷണൻ എന്ന് പേര് വരാൻ കാരണം ഇദ്ദേഹം കഥ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് രോമാഞ്ചം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാവും കഥ പറയണത്? അങ്ങനെ ഹൃദയസ്പൃക്കാവും വണ്ണം കഥ പറയാനുള്ള ശേഷി ഇയാളുടെ അച്ഛനുണ്ട്. ഇയാളപ്പം അങ്ങനെ വിളിക്കാൻ കാരണം ആ ശേഷി ഇയാൾക്കും ഉണ്ട്. അച്ഛൻ്റെ മകനല്ലേ, പിന്നെ ആ കഴിവില്ലാണ്ടിരിക്കുകയോ? ആ രൗമഹർഷണി ഈ ചോദ്യം കേട്ടപ്പം വളരെയധികം സന്തോഷിച്ചു. എന്താ സന്തോഷിക്കാൻ കാരണം? സംപ്രശ്ന സംഹൃഷ്ട, നല്ല ചോദ്യം ചോദിച്ചതുകൊണ്ട്. എത്രയോ പേര് അദ്ദേഹം കാണുന്നുണ്ട്, പലരെയും കാണാറുണ്ട്. പക്ഷെ അവരൊന്നും ഈ ജാതി നല്ല ചോദ്യം ചോദിക്കാറില്ല. വേറെ പല ചോദ്യങ്ങളും ചോദിക്കുന്നല്ലാണ്ട് നല്ല ചോദ്യം ചോദിക്കാറില്ല. നല്ല ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ചോദ്യം പുംസാം ഏകാന്തതശ്രയ, നല്ല ചോദ്യം. ഒരു മനുഷ്യൻ ഇവിടെ നേരെയാവാൻ എന്താ ചെയ്യേണ്ടത്? അതാണ് നല്ല ചോദ്യം. നമ്മളത് ചോദിക്കില്ല. ശാന്തി കിട്ടാൻ എന്താ വഴി ചോദിക്കില്ല. നമ്മൾ പണം കിട്ടാൻ എന്താ വഴി എന്ന് ചോദിക്കുള്ളൂ. നമ്മുടെ വിചാരം പണം കിട്ടിയ ശാന്തി കിട്ടുന്ന. എന്നത് അങ്ങനെ നേരിട്ട് ചോദിച്ചുകൂടെ? അതില്ല. പ്രശസ്തി വേണം, പണം വേണം, കല്യാണം കഴിയണം, കുട്ടി ഉണ്ടാവണം, കല്യാണം കഴിഞ്ഞു ഡൈവേഴ്സ് ആവണം, അതിന് വല്ല മന്ത്രമുണ്ടോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കുന്നല്ലാതെ ഏകാന്തതശ്രയ എത്ര പേര് ചോദിക്കും? ഈ ചോദ്യം വളരെ ദുർലഭ, അങ്ങനെ കാണാറില്ല. അതുകൊണ്ട് വലിയ സന്തോഷമായി. അതും ശൗനകാദി ഋഷീശ്വരന്മാർ, അവർ ചിലറക്കാരല്ല, നല്ല അറിവുള്ളവരാ. ശൗനകാദി ബ്രാഹ്മണർ സൂതനായ എന്നെ ഇത്രയധികം ബഹുമാനിക്കുന്നുവല്ലോ. അതെൻ്റെ കേമത്തല്ല, എൻ്റെ കയ്യിലുള്ള ഗ്രന്ഥത്തിൻ്റെ കേമത്താണ്. അതുകൊണ്ട് ആ ഭാഗവതം തൻ്റെ കയ്യിൽ കിട്ടിയില്ലേ എന്നാലോചിച്ച് അദ്ദേഹം സംഹൃഷ്ട. ആ കിട്ടിയത് ആരുടെ കാരുണ്യം കൊണ്ടാണ്? തൻ്റെ ഗുരുനാഥനായ വ്യാസരുടെ കാരുണ്യം കൊണ്ടല്ലേ. തൻ്റെ ഗുരുനാഥനെ സ്മരിച്ചപ്പം സംഹൃഷ്ട, സന്തോഷമായി. വിപ്രാണാം രൗമഹർഷണീ പ്രതിപൂജ്യ വചസ്തേഷാം. ഇതിന് ഉത്തരം താൻ പറയാൻ പുറപ്പെടുന്നത് ഭാഗവതമല്ലേ, കൃഷ്ണകഥയല്ലേ എന്ന് ഓർത്തപ്പോൾ സന്തോഷമായി. ഇത് സംപ്രശ്ന സംഹൃഷ്ട വിപ്രാണാം രൗമഹർഷണീ പ്രതിപൂജ്യ. തന്നോട് ഈ വക ചോദ്യം ചോദിച്ച ശൗനകാദികളെ നമസ്കരിച്ചും കൊണ്ട് പറയാൻ പുറപ്പെടുകയാണ്. ചോദ്യം ചോദിച്ചവരെ നമസ്കരിച്ചും കൊണ്ട് ആര് പറയണു? ഭാഗവതം പറയാൻ നിങ്ങൾ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നുവല്ലോ, അതുകൊണ്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞ് പ്രതിപൂജ്യ വചസ്തേഷാം പ്രവക്തും ഉപചക്രമേ, അങ്ങനെ പറയാനായിട്ട് പുറപ്പെട്ടു. എന്നാൽ ആദ്യം അങ്ങോട്ട് പറയലുണ്ടായത് അദ്ദേഹം തൻ്റെ ഗുരുനാഥനെ ഒന്ന് സ്മരിച്ചു. ശരിക്കും പറഞ്ഞാൽ പ്രധാന വക്താവ് ശ്രീശുകര. അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ ഒരു ഗുരുവായിട്ട് പറയുമ്പം ശ്രീശുകരയാണ് പറയുക. യം പ്രവ്രജന്തം, അദ്ദേഹത്തിൻ്റെ മഹത്വം ഉണ്ടായ ഉടനെ തന്നെ സന്യസിക്കുക. പറ്റുമോ? നമുക്കിപ്പോൾ എത്ര വയസ്സായി? 60 കഴിഞ്ഞവരല്ലേ? 70% ഇവിടെ. തോന്നുന്നുണ്ടോ സന്യസിക്കണം? തോന്നുന്നുണ്ടോ? വേണ്ട വേണ്ട, ആശ്രമം കൂട്ടി ചോറാക്കണ്ട, ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നാൽ മതി. യം പ്രവ്രജന്തം, ഉണ്ടായ ഉടനെ സന്യസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അയാളുടെ വിരക്തി അല്ലേ? അതാണ് ശ്രീശുകരുടെ മഹത്വം. 16 വയസ്സ് പ്രായം, ജനിക്കുമ്പോൾ തന്നെ 16. എത്ര? അപ്പോൾ 16 കൊല്ലം എവിടെ ഇരുന്നു? അത് വയറ്റിലായിരുന്നു. പുറത്തേക്ക് വരുന്നില്ല. കാരണം പുറത്തെത്തി നമ്മളെ കാണണ്ടേ, അവിടെ അയാൾ പുറത്ത് വരുന്നില്ല. വേണ്ട ദുർജന സംസർഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉള്ളിലിരിക്കുകയാണ്. ഇവിടെ നല്ല സമാധാനമുണ്ട്, സ്വസ്ഥമായിട്ടിരിക്കുക, അവിടെ ഇരിക്കട്ടെ കരുതി. പക്ഷേ പുറത്ത് വന്നല്ലേ ഒക്കൂ. അവസാനം വിഷ്ണു ഭഗവാൻ ഇടപെട്ടു. താനൊന്ന് പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം ഭഗവാന്റെ കയ്യിൽ നിന്ന് വരം വാങ്ങിയെന്ന്. ഞാൻ പുറത്തേക്കൊക്കെ വരാം, പക്ഷേ എല്ലാവരെയും ബാധിക്കുന്ന അങ്ങയുടെ മായ എന്നെ പിടിക്കരുത്, വാക്ക് തരുമെങ്കിൽ പുറത്തേക്ക് വരാം. അവസാനം ഭഗവാൻ ശരി, എൻ്റെ മായ തന്നെ ബാധിക്കില്ല എന്ന് വാക്ക് കൊടുത്തതും ആര് പുറത്തേക്ക് വന്നു? ശ്രീശുകർ പുറത്തേക്ക് വന്നു. അതുകൊണ്ട് നമ്മളെയൊക്കെ പിടിച്ച മായ ശ്രീശുകരെ പിടിച്ചില്ല. അതാണ് പ്രത്യേകത. അതുകൊണ്ട് അദ്ദേഹത്തിന് മമതല്ല, എൻ്റെ എന്നുള്ള വിചാരമില്ല. ഉണ്ടായ ഉടനെ തന്നെ അദ്ദേഹം സന്യസിക്കുകയാണ്. സന്യസിക്കുക പറഞ്ഞാൽ നേരെ ഈശ്വര വിചാരമായിട്ട് അങ്ങനെ പോകുന്നു. ആറ്റുനോറ്റുണ്ടായ മകനാണ് വ്യാസർക്ക്. മകൻ സന്യസിക്കുമ്പോൾ ദുഃഖം ഉണ്ടാവില്ലേ? നമുക്കുണ്ടാവില്ലേ? ആറ്റുനോറ്റുണ്ടായ ഉണ്ണി 10-16 കൊല്ലം കാത്തിരുന്നുണ്ടായി. ആ ഉണ്ണി അങ്ങോട്ടുണ്ടായി. നമ്മളെ സങ്കല്പം എന്താ? ആ ഉണ്ണി കല്യാണം കഴിച്ച് ഉണ്ണിക്ക് ഉണ്ണിയായി, അങ്ങനെയൊക്കെയാണ് വിചാരിക്കണത്. ഇത്
അങ്ങോട്ട് സന്യസിക്കാൻ പുറപ്പെട്ടാൽ? നമുക്ക് സന്യാസിമാരെയൊക്കെ വലിയ ഇഷ്ടമാണ്, കണ്ടാൽ തൊഴുത് നമസ്കരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. മകൻ സന്യസിക്കുക പറഞ്ഞാൽ അങ്ങോട്ട് ചിലപ്പോൾ ഇഷ്ടമായിക്കോളൊന്നുമില്ല. വ്യാസരെ പുത്രാന്ന് വിളിക്കുകയാണ്. കുറച്ചൊരു ദുഃഖമുണ്ട്. പുത്രേതി തന്മയതയാ, പുത്രാന്ന് വിളിച്ച സമയത്ത് ആ ഉണ്ണി കേട്ടുവോ? കേട്ടെങ്കിൽ ശ്രീശുകർ ഫെയിൽഡ്, കേട്ടില്ല. അച്ഛൻ വിളിക്കുന്നു, അച്ഛൻ്റെ പ്രാരബ്ധം. അച്ഛൻ അജ്ഞാനമുള്ളതുകൊണ്ട് വിളിക്കുന്നു. ഞാൻ അങ്ങനെ വിളി കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അച്ഛൻ എന്നൊരു മമത ആർക്കില്ല. എന്താ അച്ഛൻ, എന്താ അമ്മ, താനിങ്ങനെ ജനിക്കേണ്ട പ്രാരബ്ധം ഉണ്ടായി ജനിച്ചു, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പലരും വിളിക്കും, പല ദിക്കിൽ നിന്നും. അവിടേക്ക് തിരിച്ചു പോകാൻ നിന്നാൽ പറ്റുമോ? സത്താഹം കഴിഞ്ഞു. നിങ്ങളൊക്കെ പറയാം പോണ്ടാ ഗുരു അല്ലേ, ആചാര്യം പോണ്ടാ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്നാൽ ഉള്ള വില പോവും. അത്രേ ഉള്ളൂ. അതൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. അത് കേട്ട് അവിടെ നിൽക്കാൻ പാടില്ല. അതാണ് പിരിയണമരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ. ശരിയായിട്ട് കളി തീർന്നാൽ പിന്നെ ഉടനെ വിട്ടോളൂ. തിരക്കുണ്ടെന്ന് പറയില്ലെങ്കിലും ഒന്നുമില്ല, ഒരു തിരക്കൊന്നുമില്ല, വെറുതെ ഇരിക്കാൻ അവിടെ നിന്നാലും വേഗം പോകണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ഥലം വിടുക, അതാ വേണ്ടത്. ഇവിടെ അച്ഛൻ പുത്രാന്ന് വിളിച്ചിട്ടും ആ ഉണ്ണി വിളി കേട്ടില്ല. അതാണ് ശ്രീശുകരുടെ മഹത്വം. പക്ഷെ അവിടെയുള്ള വള്ളികൾ, വൃക്ഷങ്ങൾ, പർവ്വതങ്ങൾ, നദികളൊക്കെ അച്ഛാന്ന് വിളി കേട്ടു. എന്തിനാത് അങ്ങനെ കാണിച്ചത്? ശ്രീശുകരുടെ മാജിക്കായിട്ട് കണക്കായിക്കോളൂ. അച്ഛാ, ഞാൻ ഈ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നവനല്ല. ഈ ശരീരത്തിലും ഇവിടെ വള്ളികളിലും പൂക്കളിലും പർവ്വതങ്ങളിലും നദികളിലും അച്ഛനിലും ആരുണ്ട്? ഈ ഞാനുണ്ട്. സർവഭൂതഹൃദയം മുനിം, ഞാൻ സർവഭൂതഹൃദയനാണ്, എല്ലാവരിലും ഉണ്ട്, ഈ പ്രപഞ്ചത്തിലൊക്കെ ഞാനുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണോ? ശരിക്കത് മാത്രമല്ല, ഒരാൾ സന്യസിക്കുകയാണെങ്കിൽ വിരക്തി കൊണ്ട്, ജ്ഞാനം കൊണ്ട് അദ്ദേഹം സന്യസിക്കാൻ പുറപ്പെട്ടാൽ, ചിലർ ചോദിക്കും അങ്ങനെ അങ്ങോട്ട് സന്യസിക്കാൻ പുറപ്പെട്ടാൽ അയാൾക്ക് അച്ഛനും അമ്മയില്ലേ, കല്യാണം കഴിച്ചില്ലേ, ഭാര്യയില്ലേ, ഇനി അവളുടെ കാര്യം, മക്കൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കല്ലേ, പഠിക്കല്ലേ, അതിൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ അങ്ങോട്ട് അദ്ദേഹം പുറപ്പെട്ടു പോയാൽ അത് ശരിയാണോ എന്നൊക്കെ ചിലർ ചോദിക്കും. വിരക്തി കൊണ്ട് സന്യസിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആര് നോക്കിക്കോളും? അതൊക്കെ പ്രകൃതി നോക്കിക്കോളും. ആ അച്ഛൻ പുത്രാന്ന് വിളിച്ചാൽ പ്രകൃതി വിളി കേൾക്കും. ആ ഭാര്യയ്ക്ക് വിഷമമുണ്ടെങ്കിൽ അത് പ്രകൃതി തീർത്തു കൊടുക്കും. ആ മക്കളുടെ കാര്യം, പഠിപ്പും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ആര് ചെയ്യും? അത് ഈശ്വരൻ ഏറ്റെടുക്കും. അത് കാണിക്കാനാണ് പുത്രാന്ന് വിളിച്ച സമയത്ത് വൃക്ഷങ്ങളും വള്ളികളും പർവ്വതങ്ങളൊക്കെ അച്ഛാന്ന് വിളി കേട്ടു. അതുകൊണ്ട് നമ്മളുടെയൊക്കെ പരമമായ ധർമ്മം അത് ഈശ്വരൻ്റെ പിന്നാലെ പോവൽ തന്നെയാണ്, മറ്റ് പലതിൻ്റെ പിന്നാലെ പോവലല്ല. അതിന് പുറപ്പെടുകയാണെങ്കിൽ ആരൊഴിവാക്കണതും തെറ്റല്ല എന്നർത്ഥം. എന്താണ്? അതന്നെയാണ് അർത്ഥം. അതിനാണ് ഇപ്പോൾ ഇങ്ങനെ വർണ്ണിച്ചത്. യം പ്രവ്രജന്തം അനുപേതം, ഉപനയനം കഴിഞ്ഞിട്ടില്ല. അപേതകൃത്യം, ഒരു സംസ്കാരവും കഴിഞ്ഞിട്ടില്ല. കാതുകുത്തലോ ചോറൂണോ ഒന്നും ഉണ്ടായിട്ടില്ല. ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ, ആ ദ്വൈപായനൻ വ്യാസർ തൻ്റെ പുത്രനെ വിരഹം കൊണ്ട് ദുഃഖിച്ച് പുത്രാന്ന് വിളിച്ചുവെങ്കിലും ആ പുത്രൻ അത് കേട്ടില്ല. പുത്രേതി തന്മയതയാ തരവോ അഭിനേതുഹു, പക്ഷേ അവിടെയുള്ള തരുക്കൾ, വൃക്ഷങ്ങളൊക്കെ അഭിനേതുഹു, അവരൊക്കെ വിളി കേട്ടു. ഇത് പറഞ്ഞ അർത്ഥം എക്കോ ഉണ്ടായിന്ന. എന്താണ്? പുത്രാ ആ ആ ആ പ്രതിധ്വനി. കവി പറയുമ്പോൾ എക്കോ ഉണ്ടായിന്ന് പറയില്ല. വൃക്ഷങ്ങൾ വിളി കേട്ടു, പർവ്വതങ്ങൾ വിളി കേട്ടു. അതാണ് കാവ്യം, അതാണ് ഭംഗി, വളച്ച് പറയാം. ചുരുക്കി പറഞ്ഞാൽ ആരും വിളി കേട്ടില്ല എന്ന് ധരിച്ചോളൂ. പലതരത്തിലെ വ്യാഖ്യാനം. തം സർവഭൂതഹൃദയം, ആ സർവഭൂതഹൃദയനായിരിക്കുന്ന ശ്രീശുകർക്ക് നമസ്കാരം. ഒരു ശ്ലോകം മതി ശരിക്കും, പക്ഷെ മതിയാവണില്ല. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എത്ര പറഞ്ഞാലും മതിയാവുക. തൻ്റെ ഗുരുനാഥനല്ലേ. യസ്വാനുഭാവം അഖിലശ്രുതി സാരമേകം അധ്യാത്മദീപം. ഈ അധ്യാത്മദീപമായ ഭാഗവതത്തെ ഉൾക്കൊണ്ട് അനുഭവിച്ച ആളാണ്. അനുഭവിക്കുക മാത്രമല്ല, താൻ അനുഭവിച്ചൊരു മൂലക്കിലിരുന്നാൽ മതി. അങ്ങനെയല്ല, എല്ലാവർക്കും അത് കിട്ടട്ടെ. തനിക്ക് കിട്ടി മധുരം എല്ലാവരും അനുഭവിക്കട്ടെ കരുതിയിട്ട്. ഉറുമ്പിനെ പോലെ, ഉറുമ്പിന് പഞ്ചസാര കിട്ടിയ ഒറ്റയ്ക്ക് കഴിക്കില്ല, എല്ലാവർക്കും കൊടുക്കുക, എല്ലാവരും കഴിക്കട്ടെ. ഇതുപോലെ തനിക്ക് കിട്ടിയ ഈ ഒരു ആനന്ദം അത് താൻ മാത്രം അനുഭവിച്ചാൽ പോരാ, ഇവിടെ ദുഃഖിക്കുന്ന ജീവന്മാർ മുഴുവൻ അനുഭവിക്കട്ടെ കരുതി ആ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത മഹാത്മാവല്ലേ ആര്? ആ ശ്രീശുകർ. അങ്ങനെയുള്ള കാരുണ്യമൂർത്തിയായ സംസാരിണാം കരുണയാഹ, സംസാരികളോട് കാരുണ്യം തോന്നി ഈ ഭാഗവതം പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത വ്യാസസൂനും, ആ വ്യാസൻ്റെ മകനെ ഉപയാമി ഗുരും മുനീനാം, സകല മുനിമാരുടെയും ഗുരുവായിരിക്കുന്ന ശ്രീശുകർക്ക് നമസ്കാരം. പ്രായം കൊണ്ട് ചെറുതാട്ടോ, പക്ഷെ എല്ലാ മുനിമാരുടെയും ഗുരുവായിട്ടാണ് കണക്കാക്കുക.
ഗുരുനാഥന്മാർ പലതരത്തിലുണ്ടല്ലോ. LKG UKG പഠിപ്പിക്കുന്ന ടീച്ചർ, LP സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചർ, UP സ്കൂളത്തെ ടീച്ചർ, ഹൈസ്കൂളത്തെ ടീച്ചർ, പിന്നെ +2 ടീച്ചർ, പിന്നെ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർ, അവിടെ തന്നെ PhD എടുക്കുന്നവർക്കുള്ള ഗൈഡ്, അവരെല്ലാവരെയും പഠിപ്പിക്കുന്ന അതാണ് യോഗിനാം പരമം ഗുരും. എല്ലാവരുടെയും മുകളിലിരിക്കുന്ന ആളാണ് ആര്? ഈ ശ്രീശുകർ. അങ്ങനെയുള്ള എല്ലാ മുനിമാരുടെയും ഗുരുവായിരിക്കുന്ന ഗുരും മുനീനാം വ്യാസസൂനും ഉപയാമി. അങ്ങനെയുള്ള ആ വ്യാസസൂനുവിനെ നമസ്കരിക്കുന്നു. പിന്നെ വ്യാസരെ നമസ്കരിച്ചു. അച്ഛൻ്റെ മഹത്വം ചെറുതല്ല കേട്ടോ. പണ്ട് ഈ അച്ഛനും മകനും കൂടി നടന്നു പോകുമായിരുന്നു. ശ്രീശുകർ 16 വയസ്സ്. അദ്ദേഹം വസ്ത്രം എടുക്കില്ല. കാരണം ദിഗംബരം. എന്തിന്? അഭിമാനമില്ലല്ലോ. താൻ ഈ ശരീരമാണെന്നുള്ള വിചാരമില്ലാത്തത് കൊണ്ട് ഇതന്നെ തനിക്കൊരു ഒരു ബാധ്യതയാണ്. ഈ വേഷം, ഈ ശരീരം തന്നെ അതന്നെ ആത്മാവിൻ്റെ മുകളിൽ ഉടുപ്പിച്ചതല്ലേ എന്ന് കരുതി അദ്ദേഹം വേറെ വസ്ത്രമൊന്നും ധരിക്കാറില്ല. എന്നാൽ കണ്ടാൽ സുന്ദരനാ. 16 വയസ്സ് പ്രായം. അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുക. പിന്നാലെ അച്ഛനും. അന്ന് വ്യാസർക്ക് 100-115 വയസ്സുണ്ട്. ക്ഷീണിച്ച് വടിയും കുത്തിപ്പിടിച്ച് നടക്കുകയാണ് അദ്ദേഹം. അങ്ങനെ പോകുമ്പോൾ കുറച്ച് സ്ത്രീകൾ അവിടെ നിന്ന് അങ്ങനെ കുളിക്കുന്നുണ്ടായിരുന്നു. ശ്രീശുകർ ആ വഴിക്ക് പോയപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അത് കണ്ടപ്പോഴും ഒന്നും തോന്നിയില്ല. ശ്രീശുകരൻ കണ്ട് പോയി. അവർ കുളി തുടർന്നു. പക്ഷേ വ്യാസർ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവർ ലജ്ജിച്ചിട്ട് കരയ്ക്ക് കയറി വസ്ത്രം എടുത്തു. അത് വ്യാസർക്ക് കുറച്ച് ക്ഷീണം ഉണ്ടാക്കി. അദ്ദേഹം അടുത്ത് പോയി ചോദിച്ചു, അല്ല അപ്പം എന്നെ കണ്ടാൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മകനെ കണ്ടാലാണ് നിങ്ങൾ ലേശം ഒന്ന് പരിഭ്രമിച്ച് ലജ്ജിച്ച് വസ്ത്രം എടുക്കേണ്ടത്. എന്നാൽ നിങ്ങൾ എൻ്റെ മകനെ കണ്ടപ്പോൾ ഒരു മാറ്റും ഭാവമാറ്റം നിങ്ങൾക്ക് ഉണ്ടായില്ല. എന്നെ കണ്ടപ്പോൾ ലജ്ജിച്ചു. എന്താ അതിന് കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സ്ത്രീ പുംഭിത നതു സുതസ്യ വിവിക്ത ദൃഷ്ടേഹേ. അങ്ങയുടെ മകനെ ഇവിടെ ഇപ്പോൾ ആര് കുളിച്ചാലും ഒന്നും അദ്ദേഹത്തെ ലേശം പോലും ബാധിക്കില്ല. ഇവിടെ ഇപ്പം സ്ത്രീ കുളിച്ചാലും പുരുഷൻ കുളിച്ചാലും അദ്ദേഹത്തിന് ഒരുപോലെയാണ്. ഇനിയിപ്പോൾ ആരും കുളിച്ചില്ലെങ്കിലും, കാക്ക കുളിച്ചാലും ഒരു മൃഗം കുളിച്ചാലും പക്ഷി കുളിച്ചാലും ഒക്കെ അദ്ദേഹത്തിന് അതൊന്നും വിവിക്ത ദൃഷ്ടി ഇല്ല. അദ്ദേഹത്തിനൊക്കെ എന്താണ്? ഒക്കെ ബ്രഹ്മമയം. അതല്ലാണ്ടൊന്നും കാണുന്നില്ല. ശ്രീശുകരെ നോക്കിയാൽ കണ്ണാടി നോക്കുന്നത് പോലെയാണ്. എന്താണ്? ആരെ നോക്കുമ്പോഴും എല്ലാവരും തന്നെയാണ് കാണുന്നത്. നമുക്ക് കണ്ണാടി നോക്കിയാൽ ലജ്ജ ഉണ്ടാവുമോ? എന്തോ കുഴപ്പമുണ്ട്, പോയി കാണിക്കണം എന്തായാലും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കണ്ണാടി നോക്കുമ്പോൾ എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അവർക്കും ശ്രീശുകരെ നോക്കിയ സമയത്ത് തന്നെ നോക്കുന്നത് പോലെയുള്ളൂ. അവർക്ക് അന്യനും തോന്നിയിട്ടില്ല. പക്ഷെ വ്യാസരെ കണ്ടപ്പോഴോ ലേശാഭിമാനം വ്യാസർക്കുള്ളത് കൊണ്ട് അവർക്കും അന്യെന്ന് തോന്നി, ലജ്ജ തോന്നി. രണ്ട് തോന്നുമ്പോഴേ ലജ്ജ ഉണ്ടാവുള്ളൂ, ഭയം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ചോദ്യം അങ്ങയുടെ മകൻ ചോദിച്ചില്ലല്ലോ. അങ്ങ് വന്ന് ചോദിച്ചില്ലേ? തന്നെയാ വ്യത്യാസം. ഇതാരാ പറഞ്ഞത്? വ്യാസർ തന്നെ പറയുക പുസ്തകത്തിൽ. വ്യാസർ എഴുതിയ പുസ്തകത്തിൽ തന്നെ താഴ്ത്തി തൻ്റെ മകൻ്റെ കേമത്വം അദ്ദേഹം പറയണം. ഈ ഒരു ശ്ലോകം വ്യാസരെ താഴ്ത്താനല്ല, ശ്രീശുകരുടെ മഹത്വം ബോധിപ്പിക്കാനാണ്. അങ്ങനെയുള്ള ആ ശ്രീശുകർക്ക് നമസ്കാരം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോജയം ഉദീരയേത്. എല്ലാ പുരാണങ്ങളിലും ഈ ശ്ലോകം കാണാം. നരനെ നമസ്കരിക്കുന്നു, നാരായണനെ നമസ്കരിക്കുന്നു, സരസ്വതി ദേവിയെ നമസ്കരിക്കുന്നു, വ്യാസരെ നമസ്കരിക്കുന്നു. ഇനി ഞാൻ ജയം പറയാം. ജയം എന്ന് പറഞ്ഞാൽ വിജയം. ഈ ഒരു ഭാഗവതം കേട്ടാൽ നമുക്ക് വിജയിക്കാം എന്ന് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ തോൽക്കാം. അങ്ങനെ പറയാം. പിന്നെ കഥ. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ നന്നായി. ആരും ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാറില്ല. മഹാത്മാക്കളെ കണ്ടാലും തുച്ഛമായിട്ടുള്ള വിഷയമാണ് ചോദിക്കുക. വലിയ രാജാവിനെ കണ്ടാലും പതിരാ ചോദിക്കുക. എന്താണ്? ആണ് ലോകത്തിൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് മുനിമാരെ, നിങ്ങളുടെ ചോദ്യം തന്നെ വളരെ നന്നായി. ഞാൻ ആദ്യം പറഞ്ഞേക്കാം. മുനയഃ സാധുപൃഷ്ട, നിങ്ങളാൽ ഞാൻ നല്ലത് ചോദിക്കപ്പെട്ടവനായി. നിങ്ങൾ എന്നോട് നല്ലൊരു ചോദ്യം ചോദിച്ചു. ഭവദ്ഭി ലോകമംഗളം. നിങ്ങൾ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയല്ല, ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ്. ആരും അങ്ങനെ ചോദിക്കാറില്ല. ഞാൻ നേരെയാവണമെന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. ഇനി പറ്റിച്ചാൽ ഭാര്യയും കൂടി നേരെയാ തിരക്കടില്ല, കുട്ടിയും കൂടി ആയാൽ നന്നായി. അത് മാത്രമല്ല, മറ്റവൻ നശിക്കും വേണം, വല്ല വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരാണ് ലോകത്തധികവും. തമോ ഗുണമാണ് കൂടുതലും. തനിക്കുള്ളതിനേക്കാൾ കൂടുതൽ വേറൊരാൾക്ക് കണ്ടാൽ ദുഃഖം ഉണ്ടാവില്ലേ? അസൂയ ഉണ്ടാവില്ലേ? തൻ്റെ അത്ര ഉയർന്നാൽ കുഴപ്പമില്ല, അതിനേക്കാൾ മുകളിലേക്ക് പോയാൽ ഇഷ്ടാവില്ല. അതുവരെയൊക്കെ നോക്കാം. അതിലപ്പുറമായാൽ പണ്ടൊരാൾ പ്രാർത്ഥിച്ചു, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരാ വേണ്ടോ ചോദിച്ചു. അദ്ദേഹം ചോദിക്കാൻ പുറപ്പെട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതേ ഒരു കണ്ടീഷൻ, നിനക്കത്ര തരണം വെച്ചാൽ അതിൻ്റെ ഇരട്ടി അടുത്തുള്ള ഫ്ലാറ്റിലുള്ള ആൾക്ക് കൊടുക്കും. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ബംഗ്ലാവ് വേണം, തരാം. ഇയാൾക്കൊരു ബംഗ്ലാവ്, അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ആൾക്ക് 2 ബംഗ്ലാവ്. എനിക്കൊരു BMW വേണം, ഇയാൾക്കൊന്ന് കൊടുത്തു, അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ആൾക്ക് 2 കൊടുത്തു. അയാൾ ചോദിച്ചിട്ടല്ല, ചോദിക്കേണ്ടതൊക്കെ 2 കിട്ടുകയാണേ. മറ്റാൾക്ക് ഇഷ്ടപ്പെടുമോ? അവസാനം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു കണ്ണ് പൊട്ടിപ്പോണം.
മറ്റാളുടെ. ഇതാണ് ലോകത്തിൻ്റെ ഒരു, ഇവിടുത്തെ എറണാകുളത്ത് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചില ദിക്കില്ല അങ്ങനെയാണ്. അത്രയേ ഉള്ളൂ. ഇവിടുത്തെ കാര്യമല്ല പറയണത്, പൊതുവെ ലോകര അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യം ചോദിക്കുന്നല്ലാതെ നമ്മളിങ്ങനെ ഈ വക ചോദ്യം ചോദിക്കുന്നവരാണ് കേട്ടോ. നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കുക. ഭഗവാനെ കണ്ടാലും മോക്ഷം ചോദിക്കാറുണ്ടോ? എത്ര പേര് ചോദിക്കാറുണ്ട് അമ്പലത്തിൽ വന്നിട്ട്? എത്രയോ കാലമായി ഇങ്ങനെ സഞ്ചരിക്കണു, എത്ര വയസ്സായി ആ വയസ്സ് പറയാം. ഇത്രയും കാലമായിട്ടും ഞാൻ ആത്മജ്ഞാനം എനിക്ക് കിട്ടിയിട്ടില്ല, പൂർണ്ണമായൊരു ദുഃഖനിവൃത്തി ഉണ്ടായില്ല ഭഗവാനെ എന്ന് എത്ര പേര് ചോദിക്കാറുണ്ട്? ഉണ്ടാവില്ല. കഷ്ടിയാവും. ഇല്ല എന്ന് ഉറപ്പിച്ച് പറയണില്ല, പക്ഷേ കഷ്ടിയിരിക്കും. നമ്മൾ പേരക്കുട്ടിയുടെ കാര്യം, ജോലിയുടെ കാര്യം, പുതിയ ഫ്ലാറ്റിൻ്റെ കാര്യം, അതിൻ്റെ പണി തീർന്നില്ല, രോഗമുണ്ട്, അത് മാറിക്കിട്ടണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നല്ലാതെ ആത്യന്തിക ദുഃഖ നിവൃത്തി, ആത്മജ്ഞാനം എന്ന വിഷയത്തെ പറ്റിയൊന്നും അങ്ങനെയൊന്നും ചോദിക്കാറില്ല. പക്ഷെ നിങ്ങൾ ചോദിച്ചു. ഏകാന്തതശ്രേയ, അസ്ര ചോദ്യ. ഞാൻ പറയാം. സവൈ പുംസാം പരോ ധർമ്മ. ഒരു മനുഷ്യൻ്റെ പരമമായ ധർമ്മം എന്താ? കല്യാണം കഴിക്കലും കുട്ടിയുണ്ടാവലൊന്നും പരമമായ ധർമ്മമല്ല. അച്ഛനെ നോക്കുക, അമ്മയെ നോക്കുക, ധർമ്മമാണല്ല പറയണില്ല, പരമമായ ധർമ്മമല്ല. പരമമായ ധർമ്മം എന്താ ചോദിച്ചാൽ ഭഗവാനെ ശ്രദ്ധിക്കുക. അതാണ് പരം സത്യം ധീമഹി. അതാണ് പരമമായ ധർമ്മം. സത്യത്തെ ശ്രദ്ധിക്കുക, ധ്യാനിക്കുക, ദുഃഖിക്കാണ്ടിരിക്കുക, ഭഗവാനിൽ ഭക്തി വയ്ക്കുക. സവൈ പുംസാം പരോ ധർമ്മ യതോ ഭക്തി അധോക്ഷജേ. അധോക്ഷജനിൽ ഭക്തി വയ്ക്കുക. അതാണ് ഒരു മനുഷ്യൻ്റെ പരമമായ ധർമ്മം. ആ ഭക്തി എങ്ങനെയുള്ളതാവണം ആദ്യം പറയാം, തെറ്റിദ്ധരിക്കരുതേ. ഭക്തി എങ്ങനെയുള്ളതാവണം ചോദിച്ചാൽ അഹൈതുകീ, ഒരു കാരണവുമില്ലാതെ സ്നേഹിക്കുക ഭഗവാനെ, അതാണ് ഭക്തി. കാരണത്തോടു കൂടിയാണെങ്കിൽ അത് ഭക്തിയല്ല, അത് യഥാർത്ഥ ഭക്തിയല്ല. നമ്മളുടെ ഭക്തിയൊക്കെ സ്നേഹം ഭഗവാനോടുണ്ട്, ഇല്ല പറയണില്ല, പക്ഷെ അത് കാരണത്തോടു കൂടിയല്ലേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ലേ. ഒന്നും തരാൻ ശേഷിയില്ല ഇല്ലാത്ത ആളാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അമ്പലത്തിലേക്ക് വരും. അയാൾ തരില്ല, അങ്ങനെ ഒരു പിശുക്കന, അതുകൊണ്ട് ആ അമ്പലത്തിലേക്ക് പോട്ടെ. മറ്റാൾ പിന്നെ നല്ലോണം തരുട്ടോ. അതുകൊണ്ട് നമുക്കിനിയിപ്പോൾ ആ ദേവതയെ പ്രാർത്ഥിക്കാം. ഇങ്ങനെയല്ലേ ലോകത്ത് അധികം പേരും. സവൈ പുംസാം പരോ ധർമ്മ യതോ ഭക്തി അധോക്ഷജേ. അധോക്ഷജനിൽ ഭക്തി വെക്കലാണ് പരമമായ ധർമ്മം. അഹൈതുകി, ഒരു കാരണമില്ലാണ്ട് സ്നേഹിക്കുക. കാരണത്തോടു കൂടി സ്നേഹിച്ചാൽ എന്താ കുഴപ്പം? ചിലർ ചോദിക്കും. നമുക്കൊക്കെ ചോദ്യമുള്ളവരാണല്ലോ. എന്തെന്ന് പറഞ്ഞാൽ ഉടനെ 10 ചോദ്യം കൂടി ചോദിക്കും. എന്താ അപ്പം കുഴപ്പം ചോദിക്കണം. നമ്മളൊക്കെ ആ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പ്രഭാഷണം ഇങ്ങനെ വരുന്നത്. കാരണം ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ 10 ചോദ്യത്തിനുള്ള ഉത്തരം കൂടി പറയും. കാരണം ആ ചോദ്യം ഉള്ളിലുണ്ടാകുമ്പോൾ അതിനുള്ള മറുപടി കണ്ടെത്തുകയാണ്. അങ്ങനെ വേണം താനും. അല്ലെങ്കിൽ നമ്മൾ കേട്ടു പോകും. ആരെയും ചോദിക്കുമ്പോഴാവും ശരി കേട്ടോ, അത് ചോദിച്ചില്ല, ശരിയാണല്ലോ തോന്നും. എന്തുകൊണ്ടാണ് കാരണം ഉണ്ടായിട്ട് ഭജിച്ചാലുള്ള കുഴപ്പം? കാരണത്തോടു കൂടി ഭജിച്ചാൽ കുഴപ്പം എന്താ ചോദിച്ചാൽ, നമ്മളൊരു കാര്യം കിട്ടാനാണ് ഭജിക്കണതെങ്കിൽ ആ കാര്യം വേറൊരാൾ തരുമെങ്കിൽ നമ്മൾ ഇയാളെ മാറ്റി അയാളെ ഭജിക്കും, ഇല്ലേ? ഇയാളെ നിന്ദിക്കാനും നമുക്ക് വേണ്ടിയിട്ടുണ്ടാവില്ല. അത് യഥാർത്ഥ സ്നേഹം എന്ന് പറയാനും പറ്റില്ല. സ്നേഹമാണ് ഭക്തി. ഭക്തി പറഞ്ഞാൽ സ്നേഹം തന്നെ. അമ്മയെ സ്നേഹിക്കുക പറഞ്ഞാൽ സ്വത്ത് കിട്ടാനാണെങ്കിൽ സ്നേഹം എന്ന് പറയാൻ പറ്റുമോ? എന്താ അഭിപ്രായം? വന്നിട്ട് അമ്മയെ ഇങ്ങനെ സോപ്പിടും, നല്ല വർത്തമാനമൊക്കെ പറയാം. അമ്മ കേമാണ്, അമ്മയുടെ അത്ര കേമായിട്ട് ആരും ലോകത്തില്ല, അമ്മയെ ശരണം. ആ തള്ളവരെല്ലാം ഇങ്ങോട്ട് തരൂ. എന്താ അഭിപ്രായം? മക്കളെ വലിയ ഇഷ്ടമാകുമോ? ഇതിന് വേണ്ടിയായിരുന്നുല്ലേ സഹസ്രനാമം ജപിച്ചത്, അഷ്ടോത്തരമൊക്കെ അമ്മയെ പറ്റിയിട്ട്. അങ്ങനെ ഇതിന് വേണ്ടിയിരുന്നുല്ലേ? ഒന്നിനും വേണ്ടി അല്ല എന്ന് പറയുമ്പോൾ ആ മക്കളോട് തോന്നുന്നൊരു സ്നേഹം ഉണ്ടല്ലോ, അമ്മയ്ക്കൊരു വാത്സല്യം ഉണ്ടാവില്ലേ? അത് ചോദ്യം. ഒന്നും വേണ്ട, അമ്മ ഇനിയിപ്പോൾ ആശ്രമത്തിക്കോ അമ്പലത്തിക്കോ ഒന്നും എനിക്ക് കുഴപ്പമില്ല, എന്തൊക്കെ ചെയ്തു ഞാൻ അമ്മയെ നോക്കൂട്ടോ. ഇങ്ങനെയൊരു മകൻ ഉണ്ടായല്ലോ. അത്രയുള്ള ചോദ്യം. ഇതിനിപ്പം വലിയ എന്താ പറയുക, വേറെ വലിയ വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുതന്നെയാണ് ഭഗവാനും നോക്കുന്നത്. എന്നെ തന്നെ ആഗ്രഹിച്ചിട്ടാണോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ വസ്തുക്കൾ കണ്ടിട്ടാണോ? കൗസ്തുഭരത്നം, എന്താ ഇപ്പം ഗോൾഡിനൊക്കെ വില. കുറച്ച് ദിവസം ഗുരുവായൂർ പോയാൽ കിട്ടിയിരിക്കും അല്ലേ? കയ്യിലുള്ള വളയൊക്കെ കിട്ടിച്ച് നന്നായി. വളമാല എന്നൊരു ഉദാഹരണം പറയണമെന്നേ ഉള്ളൂ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഭൗതിക വസ്തുക്കളെയാണ് ഈ പറയണത്. ജോലി, പണം, സമ്പത്ത്, അധികാരം. അത് കിട്ടാൻ വേണ്ടി ഭജിക്കുന്നു. അത് ഭഗവാൻ തരണില്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ ഭജിക്കും. അദ്ദേഹത്തെ പറ്റി ശ്ലോകം ഉണ്ടാക്കും, മന്ത്രം ഉണ്ടാക്കും, ജപിക്കും, അവിടെ പോയി തൊഴുതു നിൽക്കും. എനിക്ക് കാശാണ് മുഖ്യമെങ്കിൽ ഞാൻ കാശിൻ്റെ ഭക്തനല്ലേ. കല്യാണമാണ് മുഖ്യമെങ്കിൽ കല്യാണത്തിൻ്റെ ഭക്തനാണ്, ഭഗവാന്റെ ഭക്തനൊന്നുമല്ല.
അത്രയേ ഉള്ളൂ. അതല്ലാതെ ഭക്തി ഇല്ലാത്തവരാരുമില്ല. ഇവിടെ രാമകൃഷ്ണദേവൻ പറയും ഭക്തി ഇല്ലാത്തവരാരുമില്ല. പിന്നെ ഭഗവത് ഭക്തി ഇല്ലാന്നേ ഉള്ളൂ. ഭാര്യാഭക്തി, ഭർത്തൃഭക്തി, ബാങ്ക് ഭക്തി, അവിടെയൊക്കെ വലിയ ഭക്തി. അവിടേക്കോ നിൽക്കാൻ കുഴപ്പമില്ല, എത്ര നേരം വേണമെങ്കിലും നിൽക്കും. അമ്പലത്തിൽ വന്നാൽ വേഗം പ്രസാദം കിട്ടണം. അത് അഭിഷേകം കഴിയുന്നതിന് മുന്നേ തീർത്ഥം കിട്ടണം. അപ്പം പിന്നെ എവിടെന്നെങ്കിലും മുക്കിത്തരും, പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. ആ ലുലു മാളിൽ പോയി നിൽക്കാൻ ഒരു പ്രയാസമില്ലേ, അവിടെ എത്ര നേരം വേണമെങ്കിൽ നിൽക്കാം. പണ്ടത് മുത്തശ്ശി പറഞ്ഞു അത്രേ, ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ചിതാഭസ്മ ലുലു മാളിൻ്റെ മുന്നിൽ കൊണ്ട് വയ്ക്കണമെന്ന്. എന്താ ചോദിച്ചാൽ അങ്ങനെയെങ്കിലും മക്കളടക്കി വന്ന് കാണുമല്ലോ. ഇവിടേക്ക് എന്തായാലും വരില്ല. ഇങ്ങനെയൊക്കെ ആയി എന്നർത്ഥം. സവൈ പുംസാം പരോ ധർമ്മ യഥോ ഭക്തി അധോക്ഷജേ അഹൈതുകി. ഹേതു പാടില്ല, കാരണം പാടില്ല. എനിക്ക് കാശ് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഭജിക്കുകയാണെങ്കിൽ, ഞാൻ എന്നും വരുന്ന അമ്പലത്തേക്ക് ഭജിക്കുന്നുണ്ട്, വലിയ ഭക്തനാന്നൊക്കെ എന്നെ കാണുമ്പോൾ തോന്നും. പക്ഷേ 1 കോടി രൂപ കിട്ടണം, അതാണ് പ്രാർത്ഥന. തൊട്ടടുത്ത് ഒരാൾ ഇത് എന്നും കേൾക്കുന്നുണ്ട്, 10 ദിവസമായിട്ട് അയാൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, അല്ല ഒരു കാര്യം ചെയ്യാം, തനിക്ക് 1 അല്ല 10 കോടി ഞാൻ തരാം, താൻ ഈ അമ്പലം പൊളിക്കുമോ? ഞാൻ പൊളിക്കും. കാരണം എനിക്ക് പ്രധാനം എന്താ, 1 കോടിക്ക് പകരം 10 കോടി തരുമെന്ന് പറഞ്ഞാൽ ഇയാളല്ലേ കേമൻ, അർച്ചിലകത്തിരിക്കുന്ന ആളാ. ചില പറയും 10 കോടിക്കൊന്നും പൊളിക്കില്ല, ഒരു 100 കോടി കിട്ടുമെങ്കിൽ പൊളിക്കുമല്ലോ. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ആ പ്രലോഭനത്തിൽ വീണ് പോവുകയാണ്. അങ്ങനെയുള്ളവരെന്തും ചെയ്യും. അവരെ ധാർമ്മികരെന്ന് പറയാൻ പറ്റില്ല. ലോകത്തധികം പേരും അങ്ങനെയാണ്. നമ്മൾ കുറച്ച് പേര് അങ്ങനെ അല്ലാത്തുള്ളൂ കേട്ടോ. നമ്മളിവിടെ ഉള്ള കുറച്ച്, ഇടപ്പള്ളിയിലുള്ള കുറച്ച് പേര്, അല്ലാത്തവരൊക്കെ അധികവും അങ്ങനെയാണെന്നർത്ഥം. സവൈ പുംസാം പരോ ധർമ്മ യഥോ ഭക്തി അധോക്ഷജേ അഹൈതുകി. അതുകൊണ്ട് ഹേതു ഉണ്ടാവരുത്. ഭഗവാനെ ഭജിക്കുന്നത് ഹേതു കൊണ്ടാണെങ്കിൽ, കാരണം കൊണ്ടാണെങ്കിൽ, കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനെ മറക്കും. നമ്മളുടെയൊക്കെ കഥ ചിന്തിച്ചാൽ മതി. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓർക്കാറുണ്ടോ? കല്യാണം കഴിയാൻ വേണ്ടി ഭജിച്ചു, കല്യാണം കഴിഞ്ഞപ്പോഴോ പിന്നെ അമ്മയെ അമ്പലത്തിൽ കാണില്ല. എന്താ ചോദിച്ചാൽ പറയും, മകളുടെ കല്യാണം കഴിഞ്ഞേ, പിന്നെ അമ്പലത്തിൽ പോകണോ? അത് കിട്ടാനാണ്, ജോലി കിട്ടാൻ വേണ്ടി ഭജിച്ചു, ജോലി കിട്ടി പിന്നെ വരണില്ല. പരീക്ഷക്കാലായ കുട്ടികളെ മുഴുവൻ അമ്പലത്തിൽ കാണാം. പിന്നെ പെണ്ണ് പൂജിക്കണോ, പുസ്തകം പൂജിക്കണോ, എന്താ പൂജിക്കേണ്ടത് ഇഷ്ടമില്ല. പിന്നെ റിസൾട്ട് അറിയേണ്ട തലേ ദിവസം ഉണ്ടാവും. ഒക്കെ കാരണത്തോടു കൂടി ഭക്തി. തെറ്റെന്ന് പറയണില്ല. എന്താ കാരണം വെച്ചാൽ അത് തെറ്റെന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ അമ്പലത്തേക്ക് വരുന്നില്ല. എന്താണ്, അങ്ങനെയെങ്കിലും ഒന്നും ഇവിടെ വന്നു കിട്ടട്ടെ എന്ന് കരുതിയിട്ട് തെറ്റ് പറയില്ല. ഇനി അങ്ങനെ ഭജിക്കരുത്, കാര്യം ഭജിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതം മാറും. അതുകൊണ്ടും പറയില്ല. മറ്റത് വിളിക്കണമുണ്ടേ, ഇങ്ങോട്ട് പോരും പറഞ്ഞ് വിളിക്കുമ്പം എന്താ പിന്നെ അവിടെ പോയി പറഞ്ഞാൽ കിട്ടുമല്ലോ ഇവിടെ. അതുകൊണ്ടത് തെറ്റാന്ന് പറയില്ല. ഗീതയിൽ തെറ്റെന്ന് പറയില്ല. ഇത് ഭാഗവതം പിന്നെ പരമഹംസ സംഹിതയായതുകൊണ്ട് വ്യക്തമായിട്ട് അങ്ങോട്ട് പറയുകയാണ്. ഗീതയിൽ പറയും ആർത്തനും ജിജ്ഞാസവും അർത്ഥാർത്ഥി എല്ലാവരും ഭക്തന്മാരെന്നെ ഒക്കെ എൻ്റെ ഭക്തന്മാരാണ്. പക്ഷെ അവിടെ ഒരു ക്ലോസ് വയ്ക്കും. എന്നാലും ജ്ഞാനിയാണ് കേട്ടോ അർജുന എനിക്ക് ഏറ്റവും ഇഷ്ടം. നോക്കണേ, എല്ലാവരും ഭക്തന്മാർ തന്നെയാണ്. രോഗം മാറണമെന്ന് വിചാരിച്ച് ഭജിക്കുന്നവനും ഭക്തൻ തന്നെയാണ്, അല്ല പറയണില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ എന്നെയാണല്ലോ ഭജിക്കണത്. അവിടെയും ഇവിടെയും പോയി പ്രാർത്ഥിക്കണേക്കാൾ നല്ലത് എന്നോട് പ്രാർത്ഥിക്കണത് തന്നെയല്ലേ. തെറ്റില്ല. വിഷമങ്ങൾ എന്നോട് പറയുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ച് കാലം അങ്ങനെ പറയുമ്പോൾ ഞാൻ അയാളുടെ ആ വിഷമം ഇല്ലേണ്ടിയേക്ക് ജ്ഞാനത്തിലേക്ക് എത്തിക്കും അദ്ദേഹത്തെ. മേൽപ്പത്തൂരും വയറുവേനല്ല വാതരോഗം വന്നുകൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ ഒരുപാട് പോവോ തോന്നുന്നുണ്ടോ അങ്ങനെ? നമ്മളും ഭാഗവതമൊക്കെ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? സുഖമായിട്ടിരിക്കുമ്പോൾ ആണോ? എപ്പോഴാ? സമാധാനമായിട്ടിരിക്കുക അല്ലേ? നല്ല ആരോഗ്യം, മക്കളൊക്കെ പറഞ്ഞാൽ കേൾക്കുക, എന്ത് രസമാണ് ഫ്ലാറ്റിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എ സിയിൽ എന്നാൽ ഒന്ന് വായിച്ചു നോക്കാം. അങ്ങനെയാണോ തുടങ്ങിയത് അങ്ങനെയൊന്നുമല്ല. അത് നല്ല വിഷമവും പ്രയാസമൊക്കെ വന്നു. ആ സമയത്ത് തുടങ്ങില്ല. അതൊക്കെ തൽക്കാലം ഒന്ന് ആ കരച്ചിലൊക്കെ ഒന്ന് അടങ്ങി നിൽക്കുമ്പോൾ ഒന്നൊന്ന് തുടങ്ങിയാലോ. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കാരണത്തോടു കൂടി ഭജിക്കേണ്ടത് തെറ്റെന്നൊന്നും പറയണില്ല. പക്ഷെ അത് ഉത്തമമല്ല. അഹൈതുകി. കുഴപ്പം എന്താ? കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഭജന നിൽക്കും. അതാണ് കുഴപ്പം. എപ്പോഴും ഈശ്വര വിചാരം ഉണ്ടാവില്ല. പ്രയാസം വരുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് അങ്ങനെയല്ല. ചിലർക്ക് ദുഃഖമായിട്ടിരിക്കുമ്പോൾ ഭജിക്കും, അങ്ങനെയുണ്ട്. സുഖമാകുമ്പം ഭജിക്കില്ല. ചില തിരിച്ചാ, സുഖമാകുമ്പോൾ ഭജിക്കും, ദുഃഖം വന്നാൽ ഭാഗവതത്ത് വലിച്ചെറിയും. ഇത്രയും കാലം വായിച്ചിട്ട് എനിക്ക് അങ്ങനെയൊരു അവസ്ഥ ഗുരുവായൂരപ്പൻ ഉണ്ടാക്കി. നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. എന്നിട്ട് ഗുരുവായൂരപ്പൻ കുറ്റം പറയുകയാണ്. ഭഗവാൻ അങ്ങനെ ആരെയും ഉപദ്രവിക്കണില്ല. സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. അതിന് ചുവട്ടിലിരുന്ന് ഭാഗവതം വായിച്ചാൽ സമാധാനമായിട്ടിരിക്കാം, വേറെ എന്തെങ്കിലും വായിച്ച് ദുഃഖിക്കാം. 2 പേർക്കും വെളിച്ചം കൊടുക്കും. ചിലർ ഭാഗവതം വായിക്കും, ചിലർ ആധാരം തിരുത്തും. അപ്പം ചെയ്ത കർമ്മത്തിനനുസരിച്ചുള്ള ഫലവും കിട്ടും.
സൂര്യൻ വേണ്ടാവെന്നും പറയില്ല, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് സൂര്യൻ പറയില്ല. സൂര്യൻ രണ്ടു പേർക്കും വെളിച്ചം കൊടുക്കും. ഇതുപോലെ ഭഗവാൻ വെളിച്ചമായിട്ട് അങ്ങനെ നിൽക്കും. ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാം. അപ്രതിഹത, ഒരിക്കലും തടസ്സം ഉണ്ടാവരുത്. താൻ ഭഗവാനെ ഭജിക്കുന്നതിൽ ഒരിക്കലും തടസ്സം ഉണ്ടാവരുത്. ചിലപ്പോൾ ജീവിതയാത്രയിൽ ദുഃഖങ്ങൾ ഇങ്ങനെ വന്നേക്കാം, അടിക്കടി ദുഃഖം വന്നേക്കാം, തള്ളിപ്പറയരുതെന്നർത്ഥം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നേക്കാം. ഭാഗവത്തിന് മനോഹരമായ വ്യാഖ്യാനം രചിച്ച ഗോപാലൻ നായർ, പണ്ഡിറ്റ് ഗോപാലൻ നായർ, ആ മഹാത്മാവിന് ജീവിതത്തിൽ ദുഃഖം മാത്രമാണ്. നല്ല പഠിപ്പുണ്ട്, വിദ്വാന പറഞ്ഞിട്ട് കാര്യമില്ല. 12 വയസ്സായി കല്യാണം കഴിച്ചു, 23 വയസ്സായി ഒരു ഉണ്ണി ഉണ്ടായി, 24 വയസ്സിൽ ഭാര്യയും മരിച്ചു, മകനും മരിച്ചു. എത്ര കണ്ട് ദുഃഖം ഉണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹം ഭാഗവതം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം ഭാഗവതത്തിലേക്ക് തിരിഞ്ഞു. നമ്മളച്ച കള്ള് ഷാപ്പ് പോയിരിക്കും. എന്നിട്ട് അങ്ങനെ വന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണമെന്നും പറഞ്ഞ് വിധിയെ കുറ്റം പറയും അല്ലേ. കുറച്ച് ഈശ്വരാധീനവും ഭക്തിയും കുറച്ച് ആയ കാലത്ത് ഈ ശാസ്ത്രമൊക്കെ പഠിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിക്ക് ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുമ്പോൾ എങ്ങോട്ട് തിരിയും? ഭഗവാനിലേക്ക് തിരിയും. അല്ലാത്തവർ ആത്മഹത്യ ചെയ്യും, നാട് വിട്ടുപോകും, ലഹരിക്ക് അടിമപ്പെടും. അദ്ദേഹം ഭഗവാനിലേക്ക് തിരിയേണ്ടായത് അർത്ഥം. ദുഃഖം വരുമ്പോഴും പ്രയാസം വരുമ്പോഴും പൂന്താനത്തിൻ്റെ ഉണ്ണി മരിച്ചില്ലേ, അദ്ദേഹം ഗുരുവായൂരപ്പനെ തള്ളി പറഞ്ഞോ? നന്നായി ഗുരുവായൂരപ്പ, നല്ലൊരു പാഠം പഠിപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അവരങ്ങനെ വിചാരിക്കുള്ളൂ. എന്ത് വന്നാലും അത് എനിക്ക് ഭഗവാനിലേക്ക് ഞാൻ തിരിയാൻ വേണ്ടി ഭഗവാൻ എനിക്ക് അങ്ങനെ തന്നതാ. ഈ അനുഭവം എനിക്ക് വരാൻ കാരണം ഞാൻ സമാധാനമായിട്ടിരിക്കണം തന്നെയാണ് ആരുടെ ആഗ്രഹം? ഭഗവാന്റെ ആഗ്രഹം. നമ്മൾ എന്തിനോട് അമിതമായ ആശ വെച്ചോ അത് നമ്മളെ വിട്ടുപോകും. അത് ഭഗവാന്റെ ഒരു സ്വഭാവമാണത്. അത് പ്രകൃതിയുടെ ഒരു സ്വഭാവം. ഭഗവാൻ എന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ദേഷ്യമുള്ളതുകൊണ്ടല്ല. എന്തിനങ്ങനെ അതിൽ ആശ വെച്ചു? നിങ്ങൾക്കറിയില്ലേ നഷ്ടപ്പെടുന്നുള്ളത്. അതുകൊണ്ട് ശാശ്വതമായ വിഷയത്തെ മാത്രം ധ്യാനിക്കൂ. അതാണ് ഇവിടെ ഈ അനുഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പഠിക്കാനുള്ളൊരു മനസ്സ് വേണമെന്നർത്ഥം. എത്രയോ പാഠം പഠിച്ചിട്ടും പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ വീണ്ടും വീണ്ടും തോൽക്കേണ്ടി വരും. സവൈ പുംസാം പരോധർമ്മ യഥോ ഭക്തി അധോക്ഷജയ ഹൈതുകി അപ്രതിഹത യയാത്മാ സംപ്രസീദതി. ഇങ്ങനെ ഒന്നിനും വേണ്ടിയല്ലാണ്ട് ഭഗവാനെ സ്നേഹിക്കുമ്പോഴാണ് ആത്മാവ് സന്തോഷിക്കുക, അവനവന് തൃപ്തിയും കൃതാർത്ഥതയും ഉണ്ടാവുക. ഇതാണ് പരമമായ ധർമ്മം. പറഞ്ഞു കഴിഞ്ഞു ഭാഗവതം. പക്ഷെ ലോകത്തധികം പേരും അങ്ങനെയല്ല. ഭൗതികമായ നേട്ടം കിട്ടാനാണ് ഭഗവാനെ പോലും ഭജിക്കുക. മുക്തി വേണം, ഭഗവാൻ തരട്ടെ ചോദിച്ചാലും വേണ്ട പറയും. ഇപ്പം വേണ്ട, എന്തായാലും അവിടെ വെച്ചോളൂ. സമാധാനം തരട്ടെ, സമാധാനം വേണ്ട, അതവിടെ വെച്ചോളൂ. അതാണ് അജ്ഞാനം, അതാണ് മായ. ഇവിടെ ഒരു സ്വർണത്തിൻ്റെ പഴവും നേന്ത്രപ്പഴവും വെച്ചാൽ എത്ര പേര് നേന്ത്രപ്പഴം എടുക്കും? എത്ര പേരെടുക്കും? നല്ല വിശപ്പുണ്ടെങ്കിൽ എന്താ എടുക്കുക? 10 ദിവസമായിട്ടൊന്നും കഴിച്ചില്ല, എന്നാലും നമ്മളെന്താ എടുക്കുക? നേന്ത്രപ്പഴം. അതാണ് കുഴപ്പം. അന്വേഷിച്ചാൽ മതി. അത് മനുഷ്യർ മാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ. മനുഷ്യരുടെ കുഴപ്പം, താൻ നേന്ത്രപ്പഴം എടുക്കില്ല, സ്വർണ്ണപ്പഴം എടുത്ത് പോയിട്ട് നേന്ത്രപ്പഴം എടുത്തവനെ കുറ്റവും പറയും. ഇക്കാലത്ത് ഇങ്ങനെയുണ്ടോ വിഡ്ഢികൾ? അയാളെ കുറ്റം പറയണം. സന്യസിച്ച് പോയവർ സന്യാസിമാരെ കുറ്റം പറയുന്നവരുണ്ട്. കണ്ടില്ലേ കഥ? ഇങ്ങനെയുണ്ടോ? അയാൾക്ക് എത്ര കാശുണ്ടാക്കായിരുന്നില്ലേ, ഇപ്പം അങ്ങനെ ഇരിക്കുമ്പം എന്തൊക്കെ ചെയ്യായിരുന്നു, ഒന്നും ചെയ്യാതെ ഒരു പണിയെടുക്കാതെ ഭാര്യ മക്കളെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നവരുണ്ട്. അത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ധർമ്മം അനുഷ്ഠിക്കുന്നത് പോലും എന്തിനാന്ന് വെച്ചിട്ടുണ്ടോ? ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയ നോത്പാദയേതി യതിരതിം ശ്രമ ഏവ ഹി കേവലം. ധർമാനുഷ്ഠാനം കൊണ്ടൊരു ജീവന് വാസുദേവ കഥയിൽ രതി ഉണ്ടാവണം. രതി എന്ന് പറഞ്ഞാൽ താല്പര്യം ഉണ്ടാവണം, രുചി ഉണ്ടാവണം. നമ്മൾ ധർമ്മമാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ ഈശ്വര കഥയിൽ ശ്രദ്ധ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അനുഷ്ഠിക്കേണ്ടത് ധർമ്മമാണ്. വയ്യട്ടോ, കേൾക്കാൻ വയ്യ, എണീറ്റ് പോകാനാണ് തോന്നുന്നത്. എന്നാൽ നിങ്ങളിപ്പോൾ തന്നെ അനുഷ്ഠിച്ചത് എന്തല്ല? അത് ധർമ്മമല്ല. എൻ്റെ അനുഷ്ഠാനത്തിൽ എവിടെയോ എന്തോ പിഴവ് വന്നിട്ടുണ്ട്, തിരുത്തണം എന്ന് ചിന്തിക്കണം. ശാസ്ത്ര വിഷയങ്ങളിൽ ശ്രദ്ധ വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ അനുഷ്ഠാനം വേണ്ടതുപോലെയാണ്. വാസുദേവ കഥാരുചി. അതല്ല എങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. അതൊക്കെ ഇതുപോലെയാണ്. ശ്രമ ഏവ ഹി കേവലം. സമയം പോവാന്നല്ലാതെ, കായക്ലേശം വെറുതെ അങ്ങനെ ക്ഷീണിക്കുക എന്നല്ലാതെ ഒരു കാര്യവും അതുകൊണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ധർമാനുഷ്ഠാനം എന്തിനാണ് വിധിച്ചത്? ചിത്തശുദ്ധിക്കുക. എന്തിനാണ്? പക്ഷെ പലരും മനസ്സിലാക്കുന്നത് കാശുണ്ടാക്കാനാണ്. ധർമ്മം കൊണ്ട് അർത്ഥം നേടുക, അർത്ഥം കൊണ്ട് കാമനുഭവിക്കുക,
എന്നാണ് പലരും ധരിച്ചു വെച്ചത്. എന്നാൽ പിന്നെ അങ്ങനെയല്ല, അത് പറഞ്ഞു തരികയാണ്. ധർമ്മസ്യ ഹ്യാപവർഗ്യസ്യ നാർത്ഥഃ അർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ ലാഭോ കാമോ ലാഭായ ഹി സ്മൃതഃ കാമസ്യ നേന്ദ്രിയപ്രീതി. ഇവിടെ ധർമാനുഷ്ഠാനം എന്തിനു ചോദിച്ചാൽ ചിത്തശുദ്ധിക്കാണ്. ചിത്തം ശുദ്ധമായി കഴിഞ്ഞാലോ അയാൾക്ക് വേണ്ടത് കിട്ടിക്കോളും, അർത്ഥമൊക്കെ നടന്നോളും, കാര്യങ്ങൾ നടന്നു പോയിക്കോളും. നമ്മളിങ്ങനെ ഭാഗവതമായി സമാധാനമായിട്ടിരുന്നാൽ നമ്മുടെ കാര്യമൊക്കെ പിന്നെ ഇങ്ങനെ പരീക്ഷിക്കേണ്ട, നാളെന്താവും ആലോചിക്കേണ്ട, അങ്ങനെ നടന്നോളും, കുഴപ്പമില്ലാണ്ടായിരുന്നു നോക്കിക്കോളും, ഭഗവാൻ നോക്കിക്കോളും. നമ്മൾ ധർമ്മം അനുഷ്ഠിക്കുക, ഫലം ആഗ്രഹിക്കുന്നു വേണ്ട. നമ്മൾ കർമ്മം അനുഷ്ഠിക്കുമ്പം ഫലം വന്നോളും, വേണ്ട കാര്യങ്ങൾ വൃത്തിയിൽ നടന്നോളും. നമ്മളിവിടെ ജനിക്കുമ്പോഴേക്കും കഴിക്കാനുള്ള പാല് അമ്മയുടെ ഹൃദയത്തിൽ കൊടുത്തില്ലേ? ഇല്ലേ? പിന്നെ ഇതിൽ സംശയിക്കണു. പക്ഷെ പലരും ധാരണ ധർമ്മം കൊണ്ട് അർത്ഥം സമ്പാദിക്കണമെന്നാണ്. അർത്ഥം വേണ്ട പറയണില്ല, ധാർമ്മികമായിട്ട് സമ്പാദിച്ചോളൂ. ഇനി അർത്ഥസമ്പാദനം എന്തിനു വേണ്ടിയിട്ടാണ്? നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ. ധർമ്മം കാമത്തിന് വേണ്ടിയല്ല. പക്ഷെ പലരും അങ്ങനെയാണ് ധരിച്ചത്. അർത്ഥം സൽക്കർമ്മം ചെയ്യണം വെച്ചാൽ കാശ് വേണ്ടേ? വേണ്ടേ? ധർമാനുഷ്ഠാനത്തിന് കാശ് വേണ്ടേ? വേണോ വേണ്ടേ? കാശില്ലാണ്ട് സപ്താഹം നടത്താൻ പറ്റുമോ? പറ്റുമോ? അത് പറ്റില്ല. കാശില്ലാണ്ടൊന്നും നടക്കില്ല. നമുക്കിപ്പം ഭാഗവതം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇവിടേക്ക് എത്തണം വെച്ചാൽ കാശില്ലാണ്ട് പറ്റുമോ? തീവണ്ടി കയറ്, TTR വന്നപ്പം ഞാൻ 2 അധ്യായം വായിക്കാം എന്ന് പറഞ്ഞാൽ പറ്റുമെങ്കിൽ നമ്മളൊന്നും പറയില്ല, ഒരു കാശും പറയില്ല. അത് പറ്റില്ല എന്നുള്ളത് കൊണ്ട് വ്യവഹാരത്തിൽ കാശ് കൂടാതെ പറ്റില്ല. അർത്ഥമില്ലാണ്ട് പറ്റില്ല എന്നർത്ഥം. അത് തെറ്റായിട്ട് പറയരുതേ ആണ്. പലരും അങ്ങനെ പറയണവരുണ്ട്. അത് സാധിക്കില്ല. എവിടെ പോയാലും കാശ് വേണം. ആചാര്യം പോകുമ്പോൾ കാശില്ലാണ്ട് കടത്തി പൊളിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് ന്യായമായ അർത്ഥം സമ്പാദിക്കാം, ഒരു കുഴപ്പമില്ല. ന്യായമായിട്ട് കാമം അനുഭവിക്കാം, അതിനല്ലേ കല്യാണം കഴിക്കുന്നത്. ഒരു തെറ്റുമില്ല. അത് ഭഗവാനും ഗീതയിൽ പറയണില്ലേ? ധർമാവിരുദ്ധോ ഭൂതാനാം കാമോസ്മി ഭരതർഷഭ. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഞാൻ തന്നെയാണ്, ഒരു തെറ്റുമില്ല. ആഗ്രഹങ്ങളൊന്നും തെറ്റല്ല. ധാർമ്മികമാണെങ്കിൽ ഒരു തെറ്റുമില്ല. ധാർമ്മികമല്ലെങ്കിൽ കരുതണം, ദുഃഖം അനുഭവിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അർത്ഥം കാമം അനുഭവിക്കാനല്ല, ധർമാനുഷ്ഠാനത്തിനാണ്. ഇനി കാമം എന്തിനാണ്? കാമം തെറ്റായിട്ട് പറയണില്ല. പക്ഷേ ആ കാമം അനുഭവിക്കുന്നത് നേന്ദ്രിയപ്രീതി, ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടിയിട്ടല്ല. ഉള്ളിലുള്ള ഈ ഒരു ത്വര നീങ്ങണമെങ്കിൽ അത് അനുഭവിച്ചേ പറ്റൂ. അതിൻ്റെ നിസ്സാരത ബോധ്യപ്പെടാൻ വേണ്ടി ഇന്ദ്രിയ സുഖം അനുഭവിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് തിരിയണം. ധാർമ്മികമായിട്ടാണ് അദ്ദേഹം ആ ഭോഗസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തിരിയും. ഇതൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? രാമകൃഷ്ണദേവനെയും ശാരദയും അമ്മയും പോലെ ഇനി നമുക്ക് ഭാഗവതത്തിലേക്ക് തിരിയാം, അല്ലെങ്കിൽ ഈശ്വര കാര്യങ്ങളിലേക്ക് തിരിയാം. അങ്ങനെ എത്രയോ പേര് അങ്ങനെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും പേരക്കുട്ടിയായി, പിന്നെ എന്നാൽ ഇനിയിപ്പം സപ്താഹമൊക്കെ കേട്ടിരിക്കുക, പിന്നെ കൂടുതൽ മക്കളുടെ കാര്യത്തിൽ ഇടപെടണില്ല. ഇനി രുചി മോക്ഷത്തിനോട്, എന്തിനോടാ? അതാണ് പരമലക്ഷ്യം. ധർമ്മം അർത്ഥം കാമം, പ്രധാനമായിട്ടുള്ളത് മോക്ഷ. പക്ഷെ പലപ്പോഴും അവിടെ തറയില്ല. അതാണ് ഒരു പുരുഷാർത്ഥം. ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഒരു പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നാണ്, പരമപുരുഷാർത്ഥം. പക്ഷെ ആ മോക്ഷത്തിലേക്ക് എത്ര പേര് എത്തുന്നുണ്ട്? ജീവന് തുടക്കം തന്നെ എന്തുണ്ട്? മോക്ഷം വേണമെന്നുള്ള ആഗ്രഹമുണ്ട്, മുക്തനാവണം, തത്വത്തിനോടുള്ള ആഗ്രഹം, തത്വജിജ്ഞാസ എന്ന് പറയുക. ജീവസ്യ തത്വജിജ്ഞാസ. ജനിക്കുമ്പോഴേ കുട്ടി കരയണത് എന്തിനാ? ഈശ്വരനെ വേണമെന്നാണ്. നമ്മളത് കേൾക്കുക, നമ്മൾ പോയി പാല് കൊടുക്കും, എന്നാൽ പിന്നെ അത് മതിയായിരിക്കും. പിന്നെയും കരയും, ഈശ്വരനെ വേണം, അപ്പോൾ കളിപ്പാട്ടം കൊടുക്കും, അതിലങ്ങോട്ട് തൃപ്തിപ്പെടുകയാണേ. പിന്നെയും കരഞ്ഞാൽ ഈശ്വരനെ വേണം, അപ്പോഴേക്ക് സ്കൂളിൽ കൊണ്ടാക്കി. പിന്നെയും കരഞ്ഞാൽ ജോലി കൊടുത്തു. പിന്നെയും ഈശ്വരനെ വേണമെന്ന് പറഞ്ഞാൽ ഈശ്വരനെ കൊടുക്കില്ല. ഭാഗവതം കൊടുത്താൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ അതും പിടിച്ച് അവിടെ ഇരുന്നോളും, ലക്ഷ്യത്തിലെത്തും. പക്ഷെ ചെയ്യില്ല. പിന്നെ നമ്മൾ കല്യാണം കഴിപ്പിച്ചു, പിന്നെ കുട്ടിയായി, പിന്നെ കുട്ടിക്ക് കുട്ടിയായി, പിന്നെ അവസാനം മനസ്സിലാവും എൻ്റെ കരച്ചിലത്തിന് വേണ്ടിയല്ലായിരുന്നു. ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണല്ലേ? ഇല്ലേ? ഇപ്പോൾ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഒന്നിനൊരു കുറവില്ല, ഒക്കെ ഭംഗിയിൽ നടക്കണുണ്ട്. എന്നിട്ടെന്താ വീട്ടിലിരിക്കാണ്ട് അവിടെ വന്നിരിക്കണു? അത് പിന്നെ ജീവസ്യ തത്വജിജ്ഞാസ. എന്തെല്ലാം കിട്ടിയാലും ഈശ്വരനെ കിട്ടാതെ തൃപ്തി ഉണ്ടാവില്ല. ആരോഗ്യം ഉണ്ടെങ്കിലും തൃപ്തി ഉണ്ടാവില്ല. ചെറുപ്പക്കാർക്ക് ആരോഗ്യമില്ലേ? ഒരു തൃപ്തിയായിട്ടിരിക്കുക.
പ്രായമുള്ളവർ വിചാരിക്കും എനിക്ക് വയ്യാത്തതുകൊണ്ടാ, ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നല്ല, പണ്ട് എങ്ങനെയായിരുന്നു? ആരോഗ്യമുള്ള കാലത്തുള്ളതിനേക്കാൾ ഇപ്പം കുറച്ച് നന്നായിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതൊക്കെ വെറുതെ വിചാരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചിന്തിക്കുന്നതേ ഉള്ളൂ. ഈശ്വരനെ അറിയാതെ തൃപ്തി ഉണ്ടാവില്ല. ഇനി ഈശ്വരനെ ഒന്ന് അറിഞ്ഞില്ലെങ്കിൽ ഭാഗവതം കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടോ? ഒന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും കഥ ചിന്തിക്കൂ. അല്പസമയത്ത് കേൾക്കുമ്പം ഇത്ര കണ്ട് ശാന്തി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവാനെ സാക്ഷാത്കരിച്ചാലുള്ള കാര്യം പറയാനുണ്ടോ? ജീവസ്യ തത്വജിജ്ഞാസ. പക്ഷേ ജീവൻ്റെ കുഴപ്പം എന്താ ചോദിച്ചാൽ, മായ ബാധിച്ചതുകൊണ്ട് തനിക്ക് തത്വം അറിയാനുള്ള വിശപ്പാണെന്ന് അറിയില്ല. കുട്ടികളെ പോലെ അവർ കരയും വിശന്നിട്ടാ, പക്ഷേ കുട്ടിക്കറിയില്ലല്ലോ. കുട്ടി വേറെ എന്തെങ്കിലും പറയുക, എനിക്ക് അമ്പിളിയമ്മാവനെ വേണമെന്നൊക്കെ പറയാം കുട്ടി. നമ്മളാ എന്ത് ചെയ്യും? നടക്കുന്ന കാര്യമൊന്നുമല്ല, കരഞ്ഞോട്ടെ. എന്നാൽ വിവരമുള്ള അമ്മ എന്ത് ചെയ്യും? ആ ഉണ്ണി അങ്ങോട്ട് വാരി എടുക്കും, അമ്പിളിയമ്മാവനെ തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് കൂട്ടി കൊണ്ടുപോയി നല്ല ചോറൊക്കെ തൈരൊക്കെ കൂട്ടി ഉപ്പ് കൂട്ടി കുഴച്ച് ഉരുളയായിട്ട് അങ്ങനെ കൊടുത്തു. ഒരു 10 ഉരുള കത്തെത്തിയപ്പോഴേക്കും കുട്ടിക്ക് പിന്നെ എന്ത് വേണ്ട? കുട്ടിക്ക് അമ്പിളിയമ്മാവനും വേണ്ട, ഒന്നും വേണ്ട. കുട്ടിക്ക് വിശന്നിട്ടാണ് കരുന്നത്. അതാർക്കറിയാം? അമ്മയ്ക്കറിയാം. പക്ഷെ കുട്ടി പറയാം അത് വേണം ഇത് വേണം നോക്കിയാൽ. നമ്മളും അങ്ങനെ പറയാം, കളിപ്പാട്ടം വേണം, എനിക്ക് ഒന്നാമനാവണം, സ്കൂളിൽ ഫസ്റ്റ് കിട്ടണം നോക്കിയപ്പോൾ പറയാം, കല്യാണം കഴിയണം, കൂട്ടുകാരൊക്കെ കല്യാണം കഴിഞ്ഞു, എനിക്ക് കല്യാണം കഴിയണം, എനിക്ക് ജോലി വേണം, എനിക്ക് വിദേശത്ത് പോകണം നോക്കിയപ്പോൾ പറയാം. അതൊന്നല്ല കാര്യം. ആ കുട്ടിയുടെ വിശപ്പ് ഈശ്വരനെ കിട്ടാത്തതാണ്. അതങ്ങോട്ട് കൊടുത്താൽ പിന്നെ കരച്ചിലുണ്ടാവില്ല. പക്ഷെ നമ്മളത് അറിയണില്ല. ജീവസ്യ തത്വജിജ്ഞാസ. അപ്പോൾ ചോദ്യം, ഈ തത്വം എന്താണ്? അതെങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ. അതിന് പരിമിതിയുണ്ട്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. ഓരോ ഗ്രന്ഥങ്ങളിൽ ഓരോ തരത്തിൽ പറയും, ഓരോ ആചാര്യന്മാർ ഓരോ രീതിയിൽ പറയും. സംഗതിയൊക്കെ ഒന്നു തന്നെ കേട്ടോ, ഒന്നു തന്നെ പലതരത്തിൽ പറയുകയാണ്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ഒരേ ഒരു തത്വത്തെ അറിവുള്ളവർ പലതരത്തിൽ പറയുന്നു. ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്നും പറയും. പേരിനെ മാറ്റുള്ളൂ, വസ്തുവിന് മാറ്റമില്ല. ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു, സുബ്രഹ്മണ്യൻ, ഗണപതി, ഇതൊക്കെ പേരിനും രൂപത്തിനേ മാറ്റുള്ളൂ, വസ്തുവിനൊരു മാറ്റവുമില്ല. പക്ഷെ അറിവില്ലാത്തവർ ഇതൊക്കെ വേറെ 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 എന്ന് വിചാരിക്കും, ദുഃഖിക്കും. വള വേറെ, കമ്മൽ വേറെ, മാല വേറെ എന്ന് വിവരമില്ലാത്തവർ വിചാരിക്കും. പക്ഷേ സ്വർണത്തെ അറിയുന്നവന് ഇതൊക്കെ ഒന്ന് തന്നെ. ഉപനിഷത്തിലാവുമ്പം ബ്രഹ്മ എന്നാ പറയാം. എന്നാൽ ദേവി ഭാഗവതം നോക്കിയാൽ ദേവി എന്നാവും പറയാം. നമ്മുടെ ഈ ഭാഗവതം നോക്കിയാൽ കൃഷ്ണൻ എന്നാണ് പറയുക. ഓരോ ദിക്കിലും ഓരോ രീതിയിലാണ് പറയുക. പല പേര് വിളിക്കണമെന്നേ ഉള്ളൂ. സഹസ്രനാമം നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ. സഹസ്രനാമം, ഏത് സഹസ്രനാമം നോക്കിയാൽ ഒരേ പേരാണ്ടാവും. അതിൽ വിഷ്ണു സഹസ്രനാമം നോക്കിയാൽ അതിൽ ശിവൻ്റെ പേര് കാണാം, ശിവസഹസ്രനാമം നോക്കിയാൽ അതിൽ വിഷ്ണുവിൻ്റെ പേര് കാണാം. ഈ പേരൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. എന്നിട്ടൊന്നും നമുക്ക് മനസ്സിലാവാത്തത് അതാണ്. അവിടെയാണ് വിഷമം. ചിലർക്ക് ഇപ്പോഴും മനസ്സിലായില്ല. എന്നാളിപ്പോൾ ഒരാൾ ചോദിച്ചു, ദേവി ഭാഗവതം വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ വായിക്കാൻ പറ്റുമോ? ശിവൻ്റെ അമ്പല തിരുമേനി സപ്താഹം നടത്താൻ പറ്റുമോ? എന്തപ്പോൾ നടത്തിയല്ല, എന്തെല്ലാം സംശയമാണ്. ഇതൊക്കെ ഒന്ന് തന്നെയാണേ. സർവശർവ ശിവസ്ഥാണുഹോ ഭൂതാദർ നിധിരവ്യയ. ആരെ പറ്റിയാണ് പറഞ്ഞതിപ്പോൾ? സർവൻ, ശർവൻ, ശിവൻ, സ്ഥാണു, ഇതൊക്കെ ശിവൻ്റെ പേരാ. എവിടെയുള്ളത്? വിഷ്ണു സഹസ്രനാമത്തിലാണ്. എന്ന് പറഞ്ഞത് ഇതൊക്കെ ഒന്ന് തന്നെ. നമ്മളീ പല പേര് വിളിക്കണമെന്നല്ലാതെ. പക്ഷേ അല്പജ്ഞാനികളായ നമുക്ക് എത്ര പറഞ്ഞാലും ഇത് ബോധ്യാവില്ല. ഒരേ വെള്ളത്തെ പല പേര് വിളിക്കണില്ലേ? വെള്ളം കേരളത്തിലെത്തിയാൽ, തമിഴ്നാട്ടിലെത്തിയ തണ്ണി, കർണാടക പോയാൽ നീരു, ഉത്തരേന്ത്യയിൽ പോയാൽ പാനി, അമേരിക്കയിൽ പോയാൽ വാട്ടർ, ലബോറട്ടറി പോയാൽ H2O. എന്തെല്ലാം പേരുകളാണ്. ഇതുപോലെ സ്ഥലം മാറുന്നതനുസരിച്ച് പേര് മാറ്റി പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അറിയണം എന്ത്? ഇതൊക്കെ ഒരേ ഒരു ബ്രഹ്മം തന്നെയാണ്. സ്ഥിത്യാദയേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞ ശ്രേയാംസി തത്ര ഖലു സത്വതനോർ നൃണാം സ്യുഹു. ഒരേ ഒരു ഈശ്വരൻ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് വേണ്ടി പല വേഷം കെട്ടുന്നു. ഒരേ ഒരു നമ്മൾ തന്നെ പല വേഷം കെട്ടാറില്ലേ ഓരോ ദിക്കിൽ പോകുമ്പോൾ? ഇല്ലേ? ഇപ്പോൾ സപ്താഹത്തിന് വരുമ്പോൾ ഏതാ വേഷം? അതൊന്നുമില്ല. വേഷ്ടി മുണ്ട കൊടുത്തങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴും അങ്ങനെ ഇരിക്കുന്നു വിചാരിക്കണ്ട. വിഷം മാറും. അതിപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ അങ്ങനെ പോകുമോ? ലുലു മാള് പോകുമ്പം അതില്ല, അത് 3/4 ടീഷർട്ട് ഇട്ടിട്ട് പോകും. അതെന്തപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അവിടെ അതാ ചേരുക. ഇവിടെ അങ്ങനെ ഇരുന്നാലോ? അയ്യേ, ഇവിടെ ഇതാ ചേരുക. ഇതുപോലെ പരമേശ്വരോട് ചോദിച്ചു, എന്താ ഈ തൃശ്ശൂലം പിടിച്ച് നിൽക്കണോ? സംഹാരത്തിന് ഇതാ ചേരുക. എന്താ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണോ? തിരുവനന്തപുരത്ത് പോയി ചോദിച്ചു നോക്കൂ പത്മനാഭനോട്. അത് പരിപാലിക്കുമ്പം ഇതാണ് സുഖം. ബ്രഹ്മാവ് പറയുമ്പോൾ സൃഷ്ടിക്കുമ്പോൾ ഈ വേഷമാണ് സുഖം.
അത്രയേ ഉള്ളൂ. ഒരേ ഒരു ഈശ്വരൻ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് വേണ്ടി പല വേഷം കെട്ടുന്നു. നമ്മൾ തന്നെ പല വേഷം കെട്ടുന്നു. വീട്ടിലിരിക്കുമ്പോൾ വേറൊരു വേഷം, അമ്പലത്തേക്ക് വരുമ്പോൾ വേറൊരു വേഷം, ടൗണിൽ പോകുമ്പോൾ വേറൊരു വേഷം, നാട് വിട്ട് പോകുമ്പോൾ പറയും വേണ്ട, അത് വേറൊരു ഒക്കെ ഒരാൾ തന്നെയാണ്. അത് മനസ്സിലാക്കൂ. ഇത്രയേ ഉള്ളൂ ഭാഗവതം. വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപഃ വാസുദേവ പരോധർമ്മോ വാസുദേവ പരാഗതി. ഇതെല്ലാം വാസുദേവനാണ് എന്നറിയാൻ സാധിക്കുക. അത് സാധിച്ചോ ജന്മം ലാഭമായി. ഇതാണ് ഏറ്റവും വലിയ ശ്രേയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. ഭഗവാന്റെ അവതാരമല്ലാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയൊക്കെ ഒന്ന് വിസ്തരിച്ചു. ഇതുതന്നെയാണ് ഭാഗവതം. ഇത് ബ്രഹ്മസംഹിതം, ഇത് വേദം തന്നെയാണ്. ചകാര ഭഗവാൻ ഋഷി, ആ വ്യാസമഹർഷിയാണിത് എഴുതിയത്. നിശ്രയസായ ലോകസ്യ, എന്തിനാണ് എഴുതിയത്? ലോകത്തിന് ശ്രേയസ് ഉണ്ടാവണമെന്ന് കരുതിയിട്ട്. ആരും ദുഃഖിക്കാൻ പാടില്ല, സമാധാനമായിട്ടിരിക്കട്ടെ കരുതി അദ്ദേഹം ഈ ഒരു മനോഹരമായ ഗ്രന്ഥം എഴുതി. അത് തൻ്റെ പുത്രനായ ശ്രീശുകരെ പഠിപ്പിച്ചു. ശ്രീശുകരത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുമ്പം ഞാനും അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കേട്ടു. ഞാനത് മനസ്സിലാക്കിയതുപോലെ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. യഥാധീതം യഥാമതി, എൻ്റെ അറിവിനനുസരിച്ച് ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ സമയത്താണ് എപ്പോഴാണ് ഈ ഭാഗവതം രചിച്ചത്, എന്താണ് രചിക്കാനുണ്ടായ കാരണം ചോദിക്കുകയാണ്. അത് വിസ്തരിക്കുകയാണ്.